ആദ്യം എല്ലാവരും ഗുഡ് മോർണിംഗ്. എല്ലാവരും ഗുഡ് മോർണിംഗ്. ഫസ്റ്റ് എല്ലാവരും കൃത്യമായി പറയും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ്, സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങാമോ? ഇതുവരെയുള്ള എല്ലാം കംപ്ലീറ്റ് ആയോ? ഇതുവരെയുള്ള എല്ലാം കംപ്ലീറ്റ് ആയോ? എല്ലാം കംപ്ലീറ്റ് ആക്കി. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സും കംപ്ലീറ്റ് ആക്കി. എല്ലാവരും എല്ലാവരും ചോദിക്കട്ടെ, ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സും കംപ്ലീറ്റ് ആക്കിയോ? എല്ലാവരും പറഞ്ഞു. ആക്കിയോ? എല്ലാം എല്ലാം ആക്കിയോ? കംപ്ലീറ്റ് ആക്കിയോ? കംപ്ലീറ്റ് ആക്കിയോ? കംപ്ലീറ്റ് ആക്കിയോ? ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സും പഠിച്ച് കംപ്ലീറ്റ് ആക്കിയോ? ആക്കുന്നുണ്ട്. ശരിയാണ് സാർ, ഞാൻ പഠിക്കുന്നുണ്ട്, പക്ഷെ സമയം കിട്ടുന്നില്ല. പഠിക്കുന്നുണ്ട് അല്ലേ സാർ? സമയം കിട്ടുന്നില്ല, ജോലിക്ക് പോകണം, ഫാമിലി നോക്കണം, സമയം കിട്ടുന്നല്ലേ? സമയം കിട്ടുന്നില്ല. സമയം എപ്പം കിട്ടും? ഈ പറഞ്ഞ രാത്രി ഉറങ്ങുമ്പോഴാണോ? രാത്രി ഉറങ്ങാൻ സമയം കിട്ടാറുണ്ടോ? രാത്രി ഉറങ്ങാൻ സമയം കിട്ടാറുണ്ടോ? സമയം കിട്ടാറ് രാത്രി ഉറങ്ങാൻ? രാത്രി ഉറങ്ങുന്നുണ്ട്? രാത്രി ഉറങ്ങുന്ന സമയം എപ്പോഴാ? എല്ലാവരും രാത്രി ഉറങ്ങുന്ന സമയം എപ്പോഴാ? പറഞ്ഞേ, രാത്രി എപ്പോ ഉറങ്ങും? രാത്രി ഉറങ്ങുന്ന സമയം എപ്പോഴാ? രാത്രി ഉറങ്ങുന്ന സമയം എപ്പോഴാ? ഒന്ന് ഒരു എക്സാക്ട് പറഞ്ഞു, സമയം പറഞ്ഞേ. ഒരു 11 മണി, 12 മണി, 1 മണി അല്ലേ? ഒരു 11 മണി, 12 മണി, 1 മണിയല്ലേ? എല്ലാവരും രാത്രി ഉറങ്ങുന്ന സമയം ഏകദേശം ഒരു 12 മണി, 11 മണി, 1 മണി, മാക്സിമം 1 മണി. ഒരു ഗുഡ് മോർണിംഗ്. 1 മണി, 12 മണി ആയിക്കോട്ടെ. 12 മണി മാക്സിമം 12 പഠിക്കാറുണ്ട്, 12 പഠിക്കാറുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, വേറെ ഒരിടത്തും ഇതുവരെ രാത്രി 12 മണിക്ക് ശേഷം വരെ ക്ലാസ് വെച്ചിട്ടില്ല. ഞാൻ നാളെ രാത്രി 1 മണി ക്ലാസ് ഉണ്ട് കേട്ടോ. നാളെ രാത്രി ഏർലി മോർണിംഗ് 1 മണിക്ക് ക്ലാസ് ഉണ്ട്. നോക്കട്ടെ ആരൊക്കെ വരും. നാളെ ടുമോറോ നൈറ്റ് ഓൺ എയർ. രാത്രി 1 മണി. നാളെ രാത്രി 1 മണി. നാളെ എന്ന് പറയുമ്പോൾ രാത്രി കഴിഞ്ഞ ശേഷം 1 മണി. 1 മണി. നാളെ രാത്രി 1 മണി ക്ലാസ് ഉണ്ട്. മറക്കരുത്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് ഒരിടത്തും രാത്രി 1 മണിക്ക് ആരും ക്ലാസ് വെക്കില്ല അല്ലെ? ഇന്ത്യയിൽ മാത്രമല്ല, ഒരിടത്തും ആരും നഴ്സിംഗ് പഠിപ്പിച്ച ആരും രാത്രി 1 മണിക്ക് ക്ലാസ് വെക്കും. പക്ഷെ ഞാൻ വയ്ക്കും നാളെ രാത്രി 1 മണിക്ക്. നാളെ കഴിഞ്ഞ് രാത്രി 1 മണിക്ക് ക്ലാസ് ഉണ്ട്. ആവശ്യമുള്ളവർ ലൈവായിട്ട് പഠിക്കുക, അല്ലാത്തവർ എപ്പോ പഠിക്കുമെങ്കിലും ഞാൻ നാളെ രാത്രി 1 മണിക്ക് വരും. വരട്ടെ 1 മണിക്ക്, രാത്രി 1 മണിക്ക്. ഓക്കെ അല്ലേ? 1 മണിക്ക്. വട്ടാണോ അല്ലേ? വട്ടാണോ? രാത്രി 1 മണിക്കൊക്കെ വച്ചിട്ട് ഉറക്കമൊന്നുമില്ല അല്ലേ? ജോലി ഉറക്കമൊന്നുമില്ലേ അല്ലെ? ജോലി ഉറക്കമൊന്നും 1 മണിക്കൊക്കെ ഞാൻ പഠിപ്പിക്കും കേട്ടോ. 1 മണിക്ക് പഠിപ്പിക്കും കേട്ടോ. നാളെ 1 മണി കണ്ടുപിടിച്ചിട്ടുണ്ട്. 1 മണിക്ക് കേട്ടോ. രാത്രി 1 മണിക്ക്, നാളെ 1 മണിക്ക് ക്ലാസ് ഉണ്ട്. 1 മണി കുറെ പഠിപ്പിക്കാറുണ്ട്. സോ സ്റ്റാർട്ട് ചെയ്യാം. OBG പഠിക്കുന്നത്, OBGക്ക് ലാസ്റ്റ് അബോർഷൻ പഠിച്ചായിരുന്നു. OBGക്ക് അവസാനം അബോർഷൻ പഠിച്ചായിരുന്നു. അബോർഷൻ കംപ്ലീറ്റ് ആയല്ലോ. ലാസ്റ്റ് ഹാബിറ്റ്സ് പറഞ്ഞില്ലേ? റെക്കറന്റ് അല്ലെങ്കിൽ ഹാബിറ്റ്സ് പറഞ്ഞില്ലേ? എടേ, അതിനകത്ത് ഇത് വണ്ടറാവേണ്ട ആവശ്യമില്ല. എന്നറിയാമോ? അങ്ങനെ ചെയ്യേണ്ട കാര്യം, ഞാൻ എന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങളെ വിജയിപ്പിക്കുക. ശരിയല്ലേ? നിങ്ങളെ വിജയിപ്പിക്കുക. ഞാൻ എന്തും ചെയ്യും. നിങ്ങളെ വിജയിപ്പിക്കുമ്പോൾ എന്റെ ആരോഗ്യം കളയും കേട്ടോ. നിങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടി എന്റെ ഉറക്കം കളയും, എന്റെ പകലുകളെയും സന്തോഷങ്ങളെയും ആരോഗ്യം കളയും. രാത്രി 1 മണിക്ക് ക്ലാസ്. നാളെ രാത്രി 1 മണിക്ക് ക്ലാസ് ഉണ്ടാകും. ഒരു മാറ്റവും. നാളെ രാത്രി 1 മണിയില്ലേ? ടുമോറോ ഇൻ ദ നൈറ്റ് 1 AM ക്ലാസ് ഉണ്ട്. അത് ഒരു മാറ്റമില്ല. നാളെ രാത്രി 1 മണി
പഠിക്കുമല്ലോ. നാളെ രാത്രി 1 മണിക്ക് എന്തായാലും ക്ലാസ് ഉണ്ട്. എന്റെ എഫോർട്ട് ആരും എന്താ വെറുതെ കളയരുത് കേട്ടോ. അത് ആരും വെറുതെ കളയരുത്. പഠിച്ച് പാസ്സാവുമല്ലോ. എന്റെ സമയം, എന്റെ എഫോർട്ട് എല്ലാം വെറുതെ അതെ, ഞാൻ പറയും പോലെ പഠിച്ച് ഉറപ്പായും വിജയം നേടണം. ഇതുവരെ ആരും രാത്രി 1 മണി ക്ലാസ് എടുത്തില്ല. ഇതുവരെ നാളെ എന്ന് പറയുമ്പോൾ നാളെ രാത്രി 1 മണി പറയുമ്പോൾ എന്തായിരിക്കും? വെനസ്ഡേ അല്ലേ? വെനസ്ഡേ ആണോ തേഴ്സ്ഡേ ആണോ? നാളെ രാത്രി 1 മണി പറയുമ്പോൾ നാളെ തേഴ്സ്ഡേ ആണോ? വെനസ്ഡേ ആണോ തേഴ്സ്ഡേ ആണോ? നാളെ രാത്രി 1 മണി പറയുമ്പോൾ ഇന്നെന്താ? ഇത് ട്യൂസ്ഡേ. നാളെ രാത്രി 1 AM എന്താ? തേഴ്സ്ഡേ. അതും അറിയില്ലേ? വേണം അല്ലെ? 1 AM എന്ന് പറയുന്നത് വേണമില്ലേ? 1 AM എന്താ? അത് എല്ലാം പഠിപ്പിക്കല്ലോ. 1 AM എന്താ? നാളെ രാത്രി 1 മണിക്ക് ക്ലാസ് പറയുമ്പോ സാർ വെനസ്ഡേ ആണോ തേഴ്സ്ഡേ ആണോ ട്യൂസ്ഡേ ആണോ? സാറ് പറയും തേഴ്സ്ഡേ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. രാത്രി 1 മണി ക്ലാസ് ഉണ്ട്. 1 മണി ക്ലാസ് ഉണ്ട്. ഇത് കൃത്യമായി പഠിക്കുക. ഉണ്ടായിരിക്കും. എന്റെ ഉറക്കവും ലൈഫും ഞാൻ തരുന്നു. നിങ്ങൾ പഠിച്ച് പാസ്സാവുക. സ്റ്റാർട്ട് ചെയ്യാം. സോ നെക്സ്റ്റ് ഇസ് അബോർഷൻ. കണ്ടില്ലേ? അബോർഷന്റെ എല്ലാ ടൈപ്സും കണ്ടു. സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ഇസ് എക്ടോപിക് പ്രഗ്നൻസി. അബോർഷന്റെ എല്ലാ ടൈപ്സും പഠിച്ചു. പഠിച്ചു കഴിഞ്ഞു. സോ നെക്സ്റ്റ് ഹെഡിങ് ഇടുക എക്ടോപിക് പ്രഗ്നൻസി. നെക്സ്റ്റ് ഹെഡ് ഇമ്പോർട്ടന്റ് ആണ്. ചോദ്യം വരും, ഉറപ്പായും വരും. അബോർഷൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ഹെഡിങ് ഇടുക. ഉറപ്പായിട്ടും ചോദ്യം ഉണ്ടാകും. ഉണ്ടാക്കിയതാണ്. ക്വസ്റ്റ്യനകത്ത് ഉണ്ടാക്കിയതാണ്. ഉണ്ടായിരിക്കും, ഉണ്ടാക്കും, ഉണ്ടാക്കിയതാണ്. ചോദ്യമില്ലേ? ഇത് ഉണ്ടാക്കിയതാണ്. പഠിക്കാം. അത് ഉണ്ടാക്കിയതായിരിക്കും, ഉണ്ടാക്കിയതാണ്. ചോദ്യം ഇത്. എക്ടോപിക് പ്രഗ്നൻസി. എന്താണ് എക്ടോപിക് പ്രഗ്നൻസി? ചോദ്യം വരും. എന്താണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്? സിംപ്ലി എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത് ഞാൻ റെഡ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. എന്താ? ഞാൻ റെഡ് മാർക്കിൽ റെഡ് കണ്ടുപിടിച്ച് മാർക്ക് ചെയ്തതാണ്. സിംപ്ലി ഇസ് ഇംപ്ലാന്റേഷൻ ഓഫ് എന്താ? ദ ഫെർലൈസ്ഡ് ഓവം എവിടെയാ? ഫെർലൈസ്ഡ് ഓവത്തിന്റെ ഇംപ്ലാന്റേഷൻ എവിടെയാ? എക്ടോപിക് പ്രഗ്നൻസിക്കകത്ത് ഈ പറഞ്ഞ ഫെർലൈസ്ഡ് ഓവത്തിന്റെ ഇംപ്ലാന്റേഷൻ എവിടെയാ? ഔട്ട്സൈഡ് ഓഫ് ദ യൂട്രൈൻ ക്യാവിറ്റിയാണ്. യൂട്രൈൻ ക്യാവിറ്റിയുടെ വെളിയിൽ എവിടെയെങ്കിലും, അല്ലെ? യൂട്രൈൻ ക്യാവിറ്റിയുടെ വെളിയിൽ എവിടെയെങ്കിലും, അത് ശരിയല്ലേ? യൂട്രൈൻ ക്യാവിറ്റിയുടെ പുറത്ത് എവിടെയെങ്കിലും ഫെർലൈസ്ഡ് ഓവം എന്താ ഇംപ്ലാന്റ് ചെയ്യുന്നതിനെ എന്ത് വിളിക്കാം? യൂട്രൈൻ ക്യാവിറ്റിയുടെ പുറത്തെ ഭാഗത്ത് എവിടെയെങ്കിലും ഫെർലൈസ്ഡ് ഓവം ഇംപ്ലാന്റ് ചെയ്താൽ എന്ത് വിളിക്കാം? എക്ടോപിക് പ്രഗ്നൻസി, അല്ലേ? യൂട്രൈൻ ക്യാവിറ്റിയുടെ വെളിഭാഗത്ത് എവിടെയെങ്കിലും വന്ന് ഈ പറഞ്ഞ ഫെർലൈസ്ഡ് ഓവം ഇംപ്ലാന്റ് ചെയ്താൽ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയാം. അവിടെ എക്സാമിന്റെ സ്ഥിരം ചോദ്യം എക്ടോപിക് പ്രഗ്നൻസിയുടെ മോസ്റ്റ് കോമൺ സൈറ്റ് എവിടെയാ? അതാണ് ചോദ്യം. കേരള PC എക്സാമിന് സ്ഥിരം ചോദ്യം ഇതാണ്. എക്ടോപിക് പ്രഗ്നൻസിയുടെ മോസ്റ്റ് കോമൺ സൈറ്റ് ഏതാ? ചോദ്യം. ആ ചോദ്യം ഇങ്ങനെ ചോദിക്കാം. മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് ദ ട്യൂബൽ പ്രഗ്നൻസി. ആ ചോദ്യം ഇനിയുള്ള എക്സാമിന് ഇങ്ങനെ ചോദിക്കാം. ദ മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് ദ ട്യൂബൽ പ്രഗ്നൻസി ഏതാ? ദ ട്യൂബൽ പ്രഗ്നൻസി എന്നോ എക്ടോപിക് പ്രഗ്നൻസി എന്ന് ചോദിച്ചാൽ എവിടെയാ? ദ ട്യൂബൽ പ്രഗ്നൻസി എന്നോ എക്ടോപിക് പ്രഗ്നൻസിയുടെ മോസ്റ്റ് കോമൺ സൈറ്റ് ഏതെന്ന് ചോദിച്ചതാ? ഫലോപ്പിൻ ട്യൂബ് അല്ലേ? ദ ട്യൂബൽ പ്രഗ്നൻസി ആയാലും എക്ടോപിക് പ്രഗ്നൻസി ആയാലും മോസ്റ്റ് കോമൺ സൈറ്റ് എവിടെയാ? ഫലോപ്പിൻ ട്യൂബ് അല്ലേ? ആണോ? മോസ്റ്റ് കോമൺ സൈറ്റ് ആണോ? ശരിക്കും പറയാൻ വന്ന് യൂട്രസിൽ ഇരിക്കണല്ലേ? ശരിക്കും പറയാൻ വന്ന് യൂട്രസ് ഇംപ്ലാന്റ് ചെയ്യണ്ടത്. യൂട്രസിന് ഇംപ്ലാന്റ് ചെയ്യല്ലേ? പക്ഷേ
യൂട്രസിന് പുറത്തായിട്ട് ഫലോപ്പിയൻ ട്യൂബിൾ വന്നിരുന്നാൽ എക്ടോപിക് അല്ലേ? യൂട്രസിന് പുറത്ത് ഫലോപ്പിയൻ ട്യൂബിളിനകത്ത് വന്നിരുന്നാൽ എക്ടോപിക് അല്ലേ? യൂട്രസിന് പുറത്ത് ഫലോപ്പിയൻ ട്യൂബിൾ വന്ന് ഇംപ്ലാന്റ് ചെയ്താൽ അത് എക്ടോപിക് പ്രഗ്നൻസി ആണ്. ക്ലിയർ? 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 സോ ഇവിടെ ചോദ്യം ദ മോസ്റ്റ് കോമൺ സൈറ്റ് ചോദിക്കും. എവിടെയാ? ഫലോപ്പിയൻ ട്യൂബിളിലെ മോസ്റ്റ് കോമൺ സൈറ്റ് ചോദിച്ചതാ ഫലോപ്പിയൻ ട്യൂബിൾ ആണ്. ക്ലിയർ? 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 ഇവിടെ വരുമ്പോഴേ ഇത് പ്രത്യേകത ഇവിടെ ഇന്ത ഇസ്തമസിന്റെ എന്താണ് പ്രത്യേകത ഉണ്ടോ? ഇൻഡസ്ട്രീഷ്യൽ പ്രഗ്നൻസി ഉണ്ടാകുന്നുണ്ടോ? ഇൻഡസ്ട്രീഷ്യൽ പ്രഗ്നൻസിയോ ഇസ്തമസിന്റെ റപ്ചർ ഉണ്ടാവുന്നുണ്ടോ? ഇൻഡസ്ട്രീഷ്യൽ പ്രഗ്നൻസിയോ ഇസ്തമസിന്റെ റപ്ചർ ഉണ്ടാവാറുണ്ടോ? ഇവിടെ ട്യൂബിൾസിനകത്ത് ചോദ്യമാണ്. ഉണ്ടാറുണ്ടോ? ഏറ്റവും കൂടുതൽ എക്ടോപിക്സ് എവിടെയാ? ഫലോപ്പിയൻ ട്യൂബിളിലെ ഏറ്റവും കൂടുതൽ എക്ടോപിക്സ് ഫലോപ്പിയൻ ട്യൂബാണ്. എക്ടോപിക് പ്രഗ്നൻസി വന്നു കഴിഞ്ഞാൽ റപ്ചർ ആവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ എവിടെയാണ്? അതും ചോദിക്കും. എക്ടോപിക് പ്രഗ്നൻസി വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റപ്ചർ ആവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ എവിടെയാണ്? എവിടെയാ? ഇസ്തമസും ഇൻഡസ്ട്രീഷ്യലും അല്ലേ? അല്ലേ? ശരിയല്ലേ? ഇസ്തമസും ഇൻഡസ്ട്രീഷ്യൽ സൈറ്റും അല്ലേ? ഇസ്തമസും ഇൻഡസ്ട്രി സൈറ്റും അല്ലേ? ഈ പറഞ്ഞ എക്ടോപിക് പ്രഗ്നൻസി വന്നു കഴിഞ്ഞാൽ റപ്ചർ ആകാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങൾ എവിടെയാ? 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 എക്ടോപിക് പ്രഗ്നൻസി വന്നു കഴിഞ്ഞാൽ റപ്ചർ ആകാനുള്ള സാധ്യതയുള്ള സ്ഥലം എവിടെയാ? ഇസ്തമസും ഇൻഡസ്ട്രീഷ്യലും. മറക്കോ? മറക്കോ? ഇനി എക്ടോപിക് പ്രഗ്നൻസി വന്നു എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ചോദ്യമാണ്. എക്ടോപിക് പ്രഗ്നൻസി ആണ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആസ് എ സ്റ്റാഫ് നഴ്സ് എക്ടോപിക് പ്രഗ്നൻസി ആണ് എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഐഡന്റിഫൈ എങ്ങനെയായിരിക്കും? എങ്ങനെയാ? HCG is above the 1500 ഇന്റർനാഷണൽ യൂണിറ്റ് അല്ലേ? അല്ലേ? HCG above അല്ലേ? HCG കൂടും. അതുപോലെ തന്നെ എന്തായിരിക്കും? യൂട്രൈൻ ആക്ടിവിറ്റി ഉണ്ടോ? യൂട്രൈൻ ആക്ടിവിറ്റി ഉണ്ടോ? ഇല്ല, ഒരു യൂട്രൈൻ ആക്ടിവിറ്റിയും ഇല്ല. മാത്രമല്ല ഇത് US നോക്കുമ്പോൾ ഒരു സാക്ക് പോലെ കാണും. US നോക്കുമ്പോഴേ ഒരു സാക്ക് പോലെ കാണും. അപ്പൊ HCG 1500 ഇന്റർനാഷണൽ യൂണിറ്റിനേക്കാൾ മുകളിൽ പോകും. HCG 1500 ഇന്റർനാഷണൽ യൂണിറ്റ് പെർ അതിന് മുകളിൽ പോവുകയും USTക്കകത്ത് ഒരു സാക്ക് പോലെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണ്? എക്ടോപിക് പ്രഗ്നൻസി ആണ്. മറക്കരുത്. ക്ലിയർ? പക്ഷെ US നോക്കുമ്പോഴേ സാക്കോ ഈ പറഞ്ഞ ഇത് യൂട്രൈൻ ആക്ടിവിറ്റിയോ കാണുന്നില്ലെങ്കിൽ പറയാൻ പറ്റും. പറയാൻ പറ്റും? പറയാമല്ലോ. US നോക്കുമ്പോൾ സാക്കോ ഇത് യൂട്രൈൻ ആക്ടിവിറ്റിയോ കാണുന്നില്ലെങ്കിൽ ഏറ്റവും പറയാൻ പറ്റുമോ? പറ്റും. പറ്റുമോ? പറ്റുമോ? പറ്റും. അതുപോലെ തന്നെ ഈ പറഞ്ഞ USCക്ക് നോക്കുന്ന സമയത്ത് US നോക്കാതെ തന്നെ HCG നോക്കുമ്പോഴും അത് 1500 കൂടിയാൽ 1500 ഇന്റർനാഷണൽ യൂണിറ്റ് കൂടിയാലും അതും എക്ടോപിക് അല്ലേ? USC നോക്കാതെ തന്നെ നമ്മൾ HCG നോക്കി 1500 ഇന്റർനാഷണൽ യൂണിറ്റുകൾ കൂടിയാലും അതും എന്താണ്? എക്ടോപിക് പ്രഗ്നൻസി തന്നെയാണ്. ക്ലിയർ? എന്താണ് മനസ്സിലായത്? എന്താണെന്ന് മനസ്സിലായത്? മനസ്സിലായത്? എക്ടോപിക് എന്താണ് മനസ്സിലായി? ക്ലിയർ? നൗ ദ കോസ് എന്തൊക്കെയാണ്? നൗ ദ കോസസ് എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് കോസ്? എന്താണ് കോസ്? എന്തൊക്കെയുണ്ടോ? കാരണം റീസൺ എന്തുകൊണ്ടോ? ഉണ്ട്. ഇത് പെൽവിക് ഇൻഫ്ലമേറ്ററി ദ ഡിസീസ് എന്ന് പറയാം. പെൽവിക് ഇൻഫ്ലമേറ്ററി ദ ഡിസീസ് കാരണം പറയാം. കാരണം പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് വരുമ്പോൾ ഈ ഒരു ഫോൾഡൊക്കെ അത് 6 മുതൽ 10 വരെ കൊണ്ട് പെൽവിക് ഇൻഫ്ലമേറ്ററി ദ ഡിസീസ് കാരണം പ്രസില്ലേ അത് കൂടാൻ ചാൻസ് ഉണ്ട്. അത് കൂടാൻ വേറെ ഒന്നുണ്ടോ? ഇത് കോൺട്രാസെപ്റ്റീവ് ഉണ്ടോ? വേറെ
സൗണ്ട് ഉണ്ടോ? ഞാൻ എവിടെയെങ്കിലും കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് അയച്ച സമയത്ത് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് വായിച്ചതെങ്കിലും വായിച്ചോ? എന്താ വായിച്ചോടെ? ഇത് 380 എന്താ? ഇത് 380 എന്താ? എന്താ അത് 380 വായിച്ചു പറഞ്ഞില്ലേ? 380 അയ്യോ ശരി ആണോ? അത് പ്രൊജസ്ട്രോൺ പിൽസ് എന്താ? അത് വായിച്ചു വരെങ്കിലും പ്രൊജസ്ട്രോൺ പിൽസ് ഓറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് വായിച്ചു വരെങ്കിലും. അതുപോലെ തന്നെ കോൺട്രാസെപ്റ്റീവ്സിന്റെ ഫെയിലിയർ കാണുന്നൂടെ? അയോഡിക്കകത്ത് കോൺട്രാസെപ്റ്റീവ് ഫെയിലിയർ കാണുന്നില്ലേ? അയോഡിക്കകത്തില്ലേ? അത് കോൺട്രാസെപ്റ്റീവ് ഫെയിലിയർ വന്നാൽ എന്ത് വരാം? ഈ പറഞ്ഞ എന്ത് വരാം? എക്ടോപിക് പ്രഗ്നൻസി വരാം. മറക്കരുത്. കോൺട്രാസെപ്റ്റീവ് എന്ന് പറയുമ്പോൾ മിനിമം എന്താണ് മാക്സിമം എന്താ വരുന്ന അറിയാമോ? ഇത് പ്രൊജസ്ട്രോൺ കഴിക്കാറില്ലേ? ഇത് പ്രൊജസ്ട്രോൺ എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് മിനിപ്പിൽ കണ്ടായിരുന്നു. ഞാൻ എഴുതി നോക്കാത്ത മിനിപ്പിൽ കണ്ടായിരുന്നു. മിനിപ്പിൽ കണ്ടായിരുന്നോ? കണ്ടായിരിക്കില്ല. ഇന്ന് മിനിപ്പിൽ വാക്ക് കണ്ടു. ഇത് മിനിപ്പിൽ കാരണം ഓർ ദ പോസ്റ്റ് കോയിറ്റൽ പിൽ കാരണം, ഇത് എമർജൻസി പിൽ കഴിക്കാറില്ലേ? എമർജൻസി പിൽസ് കഴിക്കുമ്പോഴെപ്പോഴും എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാകാം. ക്ലിയർ? അത് കഴിക്കുമ്പോഴെപ്പോഴും എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടായിരിക്കാം. എന്റെ ക്ലാസ് എല്ലാം ഓരോ കണക്ട് ആട്ടോ. എന്റെ ക്ലാസ് എപ്പോഴും എന്റെ പഴയ നോട്ട്സുമായിട്ട് എപ്പോഴും കണക്ഷൻ. അത് വായിക്കാം കേട്ടോ. അയച്ച നോട്ട്സ് എല്ലാം വായിക്കണം. ഓക്കെ, വായിക്കുമല്ലോ. ഞാൻ എഴുതിയ നോട്ട്സ് ഇല്ലേ? ഓരോ വാക്കും അവിടെ കണക്ഷൻ ഉണ്ട്. ഓരോ വാക്കും ആ നോട്ട്സ് ഇല്ലേ? എഴുതിയ നോട്ട്സ് കണക്ഷൻ ഉണ്ട്. എന്ത് പഠിപ്പിച്ചാലും അതുമായി ബന്ധപ്പെട്ട ആ നോട്ട്സ് കണക്ഷൻ ഉണ്ട്. ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാത്ത കാരണം ചോദിക്കുന്നവർക്ക് മാത്രമായി, കാരണം പഠിക്കുന്നവർക്ക് മാത്രം കിട്ടാൻ പാടുള്ളൂ. എനിക്ക് വാശിയുണ്ട്, പഠിക്കുന്നവർക്ക് മാത്രമേ അത് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. എനിക്കറിയാം ഈ ഗ്രൂപ്പിനകത്ത് 30 പേരുണ്ട്. ഈ ഗ്രൂപ്പിനകത്ത് 30 പേർ മാത്രം പഠിക്കുന്നുണ്ട്. നിങ്ങളുടെ ഗ്രൂപ്പിനകത്തെ കറക്റ്റ് 30-31 പേർ വന്നത് കറക്റ്റായി പഠിക്കുന്നുണ്ട്. അവർക്കിട്ട് എന്താണ് ട്യൂബൽ എൻഡോമെട്രിസ് എന്താ? അടുത്ത കോഴ്സാണ് ട്യൂബൽ എൻഡോമെട്രിസ് എന്താ? അടുത്ത കോഴ്സാണ് ട്യൂബൽ എൻഡോമെട്രിസ് എന്താ? അടുത്ത കോഴ്സാണ്, കാരണമാണ് ട്യൂബൽ ട്യൂബൽ എൻഡോമെട്രിസ് എന്താ? വാട്ട്സ് മീനിങ് എന്താ? എൻഡോമെട്രിസ് എന്താ? എൻഡോമെട്രി എൻഡോമെട്രിയോസ് മീൻ എന്താ? ട്യൂബൽ എൻഡോമെട്രിയോസ് പറയുന്ന മുമ്പായിട്ട് എന്താണ് എൻഡോമെട്രിയോസ് എന്താ? ട്യൂബൽ എൻഡോമെട്രിയോസ് പറയുന്ന മുമ്പായിട്ട് എന്താണ് എൻഡോമെട്രിയോസ് എന്താ? എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ മാത്രം എന്തായിരിക്കും? എൻഡോമെട്രിയോസ് എന്ന് പറഞ്ഞാൽ മാത്രം എന്തായിരിക്കും? Endometrial seen outside the uterus ആണോ? Endometrium or the decidua seen other than എവിടെയാ? The normal uterus എന്ന് എവിടെ കാണും? ഔട്ട്സൈഡ് ഓഫ് ദ യൂട്രസ് ആണോ? യൂട്രസിന് പുറത്ത് എവിടെയെങ്കിലും വന്നാലല്ലേ എൻഡോമെട്രിയോസിസ്? യൂട്രസിന് പുറത്ത് എവിടെയെങ്കിലും, പുറത്ത് എവിടെ പറയുമ്പോൾ ഇത് ഓവറിയിൽ വരാം. വന്നൂടെ യൂട്രസിന് പുറത്ത് എവിടെയും വന്നൂടെ? വേറെ എവിടെ വഴി വരാം? എൻഡോമെട്രിയോസ് അല്ലെങ്കിൽ ഡെസിഡുയിൽ അല്ലെന്താ വന്നില്ലെങ്കിൽ ട്യൂബൽ ആണോടെ? ട്യൂബൽ എൻഡോമെട്രിയോസ് ആണോ? ഇംപ്ലാന്റേഷൻ അവിടെ അല്ലെങ്കിൽ അതാണോ? ഏറ്റവും കൂടുതൽ ചാൻസ് എപ്പോഴും ഇത് ഡെസിഡു കേട്ടോ. ഏറ്റവും കൂടുതൽ ചാൻസ് എപ്പോഴും ട്യൂബൽ പൾസ് ഇല്ല. ട്യൂബൽ പൾസ് എപ്പോഴും ഏറ്റവും കൂടുതൽ ചാൻസ് എവിടെയാ? ഡെസിഡു കേട്ടോ. ക്ലിയർ? നൗ ദ ക്ലിനിക്കൽ എന്തൊക്കെയാ? Now the clinical features എന്തൊക്കെയാ? എന്തൊക്കെ വരാം? എക്ടോപിക് പ്രഗ്നൻസി വന്നാൽ the menstruation the missed ആവും. അതോ കണ്ടീഷനാണ്? the menstruation the missed ആയിരിക്കും. the missed ആയിട്ടുള്ള menstruation വരും.
വരും. എക്ടീവ് പ്രഗ്നൻസി വന്നാൽ മിസ്ഡ് ആയിട്ടുള്ള മെൻസ്ട്രേഷൻ വരും. മാത്രമല്ല പെട്ടെന്ന് തന്നെ സഡൻ ഓൺസെറ്റ് ആയിട്ട് അബ്ഡോമൻ പെയിൻ വന്നൂടെ. പെട്ടെന്ന് തന്നെ സഡൻ ഓൺസെറ്റ് ആയിട്ട് അബ്ഡോമൻ പെയിൻ വന്നൂടെ. ആ പെയിൻ അബ്ഡോമൻ ഫുൾ ആയിട്ട് കണ്ടിന്യൂടെ. പെട്ടെന്ന് എന്താണ് ഈ പറഞ്ഞ ലോവർ അബ്ഡോമിനുണ്ട്, പെട്ടെന്ന് ലോവർ അബ്ഡോമൻ പെയിൻ വരികയും അത് അബ്ഡോമൻ ഫുൾ ഭാഗത്തേക്ക് സ്പ്രെഡ് ആവുകയും ചെയ്യും. ശരിയല്ലേ? ഇത് പെട്ടെന്ന് തന്നെ ലോവർ അബ്ഡോമൻ പെയിൻ വരികയും അത് അബ്ഡോമൻ ഫുൾ ആയിട്ട് സ്പ്രെഡ് ആവുകയും ചെയ്യും. മറക്കരുത്, വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് മെൻസ്ട്രേഷൻ മിസ്സാവുകയും മാത്രമല്ല പെട്ടെന്ന് സഡൻ ആയിട്ട് ലോവർ അബ്ഡോമൻ പെയിൻ വരികയും അത് അബ്ഡോമൻ ഫുൾ ആയിട്ട് സ്പ്രെഡ് ആവുകയും ചെയ്യും. ഇവിടെ ഒരു കേരള PSC എക്സാം ചോദ്യമുണ്ട്, അറിയാമോ? ക്ലിനിക്കൽ ഫീച്ചർ കേരള PSC എക്സാം ചോദ്യമുണ്ട്. എന്തായിരിക്കും? എക്ടീവ് പ്രഗ്നൻസി സ്ഥിരമായിട്ട് എക്സാം ചോദിക്കാറുണ്ട്. ഇതാണ് ദ ഡാർക്ക് റെഡ് അല്ലെങ്കിൽ ദ ബ്രൗൺ വാജിൻ ബ്ലീഡിങ്. ശരിയാണോ? ചോദിക്കണ്ട്, ഞാൻ പറഞ്ഞില്ലേ സിവിയർ പെയിൻ എന്താ? അബ്ഡോമൻ പെയിൻ വരാൻ കാരണം എന്താ? അബ്ഡോമൻ പെയിൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? സിവിയർ പെയിൻ എപ്പോഴും ആദ്യം ഫസ്റ്റ് വരുന്ന ഇവിടെ ഇരിക്കും. ഇവിടെ ഇരിക്കും. എവിടെ ഇരിക്കും? എവിടെ ഇരിക്കും? ഈ പറഞ്ഞ ഇത് ഡയഫ്രം ഇല്ലേ? ഇത് ഡയഫ്രത്തിന്റെ ഇറിറ്റേഷൻ കാരണമില്ലേ? ഇത് ഡയഫ്രത്തിന്റെ ഇറിറ്റേഷൻ കാരണം ചെയ്യും. ഇത് ഡയഫ്രം ഫസ്റ്റ് ഇത് ഡയഫ്രം ഇറിറ്റേഷൻ എന്ത് ചെയ്യും? ഷോൾഡറിൽ വരുമോ? ഷോൾഡർ പെയിൻ വരുമോ? ഷോൾഡർ പെയിൻ വരുമോ? ഷോൾഡർ പെയിൻ വരും. ഷോൾഡർ പെയിൻ വരാറുണ്ട്. ഇത് ഡയഫ്രത്തിന്റെ ഇറിറ്റേഷൻ കാരണമല്ലേ? ഇത് ഡയഫ്രത്തിന്റെ ഇറിറ്റേഷൻ കാരണം ഷോൾഡർ പെയിൻ വരും. അതുപോലെ എക്സാമിൽ ചോദിക്കുന്നതാണ് റെഡ് കളറുള്ള ഓർ ദ ബ്രൗൺ കളറുള്ള വജീനൽ ബ്ലീഡിങ് വരും. അത് മാർക്ക് ചെയ്യണേ, ചോദ്യം വരും. ദ ഡാർക്ക് റെഡ് കളറുള്ള അല്ലെങ്കിൽ ദ ബ്രൗൺ വജിൻ ബ്ലീഡിങ് ഉണ്ടാവും. മറക്കരുതേ, ദ ഡാർക്ക് റെഡ് അല്ലെങ്കിൽ ദ ബ്രൗൺ വജിൻ ബ്ലീഡിങ് ഉണ്ടാകും. ദ സിവിയർ ഈ പറഞ്ഞ എന്താണ്? പെയിൻ വരും ഷോൾഡർ. കാരണം എന്താ? ഷോൾഡറിൽ സിവിയർ പെയിൻ വരാൻ കാരണം എന്താ? ഇത് ഡയഫ്രം ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ശേഷം ഈ പറഞ്ഞ എന്താണ്? ഷോൾഡർ പെയിൻ വരാൻ കാരണം എന്താണ്? ഇത് ഡയഫ്രം ഇറിറ്റേറ്റ് ആവുന്നത് കൊണ്ടാണ്. മറക്കരുത്, ട്യൂബുലർ പ്രഗ്നൻസി അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസിക്കകത്ത് ഷോൾഡർ പെയിൻ കാണാം. അനുഭവം ഇറക്കിയത്? അനുഭവമുണ്ടോ? അനുഭവമുണ്ടോ? എക്ടോപിക് പ്രഗ്നൻസിക്ക് ഷോൾഡർ പെയിൻ വരുമോ? അറിയില്ല. കാരണം എന്താണ്? അറിയില്ലല്ലോ. അറിയില്ല. എക്ടോപിക് പ്രഗ്നൻസിക്ക് ഷോൾഡർ പെയിൻ ഉണ്ടായിരിക്കും. ഉണ്ടാവോ? ഉണ്ടാവും. ഉണ്ടാകും. ഷോൾഡർ പെയിൻ വരാം. ഇനി ഇതേ ട്യൂബുലർ അല്ലേ? ഇതേ ട്യൂബുലർ തന്നെ റപ്ചർ എന്തോരാ? ഇതേ ട്യൂബുലർ തന്നെ റപ്ചർ ആയതുകൊണ്ടാവും ഷോക്ക് ഒന്നുകൂടെ. ഇതേ ട്യൂബുലർ തന്നെ റപ്ചർ ആയി കഴിഞ്ഞാൽ ഷോക്ക് വരാം. ഇതേ ട്യൂബുലർ അല്ലേ? ആ ട്യൂബുലർ തന്നെ റപ്ചർ ആയി കഴിഞ്ഞാൽ ഷോക്കും കൂടെ വരാൻ സാധ്യത വളരെ കൂടുതലെങ്കിൽ ചോദ്യം വരും ദ മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് ദ ട്യൂബുലർ പ്രഗ്നൻസി ഏതാ? ഓർ ദ മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് ദ എക്ടോപിക് പ്രഗ്നൻസി ഏതാണ്? ചോദ്യം വരും. ഏതാ ഇമ്പോർട്ടൻ്റ്? ഏതാണ്? പഠിക്കാം. പഠിക്കണമെങ്കിൽ ദ സൈറ്റ് ഓഫ് ഇംപ്ലാന്റേഷൻ പഠിക്കണം. ആ ചോദ്യം പഠിക്കണമെങ്കിൽ സൈറ്റ് ഓഫ് ഇംപ്ലാന്റേഷൻ പഠിക്കണ്ടേ? ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഏത് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ, ഉത്തരം എഴുതാൻ കഴിയണമെങ്കിൽ ദ സൈറ്റ് ഓഫ് ഇംപ്ലാന്റേഷൻ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. തുടങ്ങാമോ? ഇമ്പോർട്ടന്റ് ആണ്. ചോദ്യം എപ്പോഴും വരാറുണ്ട്. തുടങ്ങാമോ? തുടങ്ങാം. റെഡി ഇടുക. സൈറ്റ് ഓഫ് ഇംപ്ലാന്റേഷൻ. ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന കാര്യം എക്സ്ട്രാ യൂട്രൈൻ. എക്സ്ട്രാ യൂട്രൈൻ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന കാര്യം എക്സ്ട്രാ യൂട്രൈൻ. എന്തായിരിക്കും എക്സ്ട്രാ യൂട്രൈൻ എന്ന് പറയുമ്പോൾ? ഇവിടെ ഇരിക്കട്ടെ, പുറത്താണോ അകത്താണോ? ആദ്യം അത് പറഞ്ഞേ. എക്സ്ട്രാ യൂട്രൈൻ എന്ന് പറയുമ്പോൾ യൂട്രസിന്റെ പുറത്താണോ അകത്താണോ? ആലോചിച്ച് പറയുക. എക്സ്ട്രാ യൂട്രസിന്റെ പുറത്തകത്താണോ? എക്സ്ട്രാ യൂട്രൈൻ മീൻസ് യൂട്രസിന്റെ പുറത്താണോ അകത്താണോ? എക്സ്ട്രാ യൂട്രൈൻ മീൻസ് യൂട്രസിന്റെ പുറത്താണോ അകത്താണോ? പുറത്ത്, ഔട്ട് സൈഡ് അല്ലേ? ഔട്ട് സൈഡ് അല്ലേ? അല്ലേ? യൂട്രസിന്റെ പുറത്ത് എവിടെയെങ്കിലും പോയി ഇംപ്ലാന്റ് ചെയ്യുക അല്ലേ? എക്സ്ട്രാ യൂട്രൈൻ എന്ന് പറയുമ്പോൾ യൂട്രസിന്റെ ഔട്ട് സൈഡിൽ എവിടെ പോയെങ്കിലും ഇംപ്ലാന്റ് ചെയ്യുകയല്ലേ? അല്ലേ? ശരിയല്ലേ? എക്സ്ട്രാ യൂട്രൈൻ എന്ന് പറയുമ്പോൾ യൂട്രസിന്റെ പുറത്ത് എവിടെയെങ്കിലും പോയി ഇംപ്ലാന്റ് ചെയ്യല്ലേ? അല്ലേ? എക്സ്ട്രാ യൂട്രൈൻ എന്ന് പറയുമ്പോൾ യൂട്രസിന്റെ പുറത്ത് എവിടെയെങ്കിലും പോയി ഇംപ്ലാന്റ് ചെയ്യുക. ലൈക്ക് ഏതൊക്കെയാ? ലൈക്ക്
എക്സ്ട്രാ യൂട്രൈൻ എക്സ്ട്രാ ലൈക്ക് ദ ട്യൂബൽ ഉണ്ടോ? ദ ട്യൂബൽ ഉണ്ടോ? 97% ഓൺ ദ ട്യൂബൽ വരും അല്ലേ? അല്ലേ? ദ ട്യൂബൽ തന്നെ 97% ഓൺ ദ ട്യൂബൽ ഇംപ്ലാന്റ് ചെയ്യും. ആ ട്യൂബൽ തന്നെ ദ മോസ്റ്റ് കോമൺ അതാ. ആ ട്യൂബൽ തന്നെ ഈ പറഞ്ഞ ട്യൂബലിനകത്ത് മോസ്റ്റ് കൂടെ ആംബ്യൂൾ അല്ലേ? ആ ട്യൂബലിനകത്ത് തന്നെ മോസ്റ്റ് കോമൺ ആംബ്യൂളൊക്കെ ആയിട്ട് മറക്കരുത്. എക്സ്ട്രാ യൂട്രൈൻ എന്ന് പറയുമ്പോൾ ഇംപ്ലാന്റ് എവിടെയാ? ട്യൂബലിലാണ്. എക്സ്ട്രാ യൂട്രൈൻ എന്ന് പറയുമ്പോൾ ഇംപ്ലാന്റ് എവിടെയാ? ട്യൂബലിലാണ്. ആ ട്യൂബൽ തന്നെ മോസ്റ്റ് കൂടെ ആംബ്യൂള. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. ആംബ്യൂളയാണ് മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് ഇംപ്ലാന്റ്. ശരിയല്ലേ? ശരിയല്ലേ? എപ്പോഴും നമ്മൾ ട്യൂബൽ പറയാറുണ്ട്. അതിൽ തന്നെ ആംബ്യൂളയ്ക്ക് 57% മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് ദ ട്യൂബൽ പ്രഗ്നൻസി. ചോദ്യം ഇതായിരിക്കും കേട്ടോ, മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് ദ ട്യൂബൽ പ്രഗ്നൻസി ഏതാ? അതാ ചോദ്യം. മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് ദ ട്യൂബൽ പ്രഗ്നൻസി ഏതാ? അതാണ് ചോദ്യം. മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് ദ ട്യൂബൽ പ്രഗ്നൻസി ഏതാ? ആംബ്യൂള. കിട്ടിയോ? മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് ദ ട്യൂബൽ പ്രഗ്നൻസി ഏതാ? ആംബ്യൂള. മോസ്റ്റ് കോമൺ സൈറ്റ് ട്യൂബൽ പ്രഗ്നൻസി ഏതാ? ആംബ്യൂള. കിട്ടിയോ? 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 55%. നെക്സ്റ്റ് ഉണ്ടോ? വേറെ എവിടെ ഉണ്ടോ? വേറെ എവിടെ ഇംപ്ലാന്റ് ചെയ്യാറുണ്ടോ? വേറെ എവിടെയെങ്കിലും? 25% ഇസ്മസ് ഇല്ലേ? 25% വരാൻ കൂടുതൽ ഇൻഫെന്റിബിൾ കൂടെ ഒരു 18% ഇൻഫെന്റിബിളും വരാം. യൂട്രസിന് പുറത്ത് എവിടേക്കാണ് വരുന്നത്? യൂട്രസിന് പുറത്ത് എവിടേക്കാണ് ഇംപ്ലാന്റേഷൻ വരുന്നത്? ഒന്ന് പറഞ്ഞേ. യൂട്രസിന് പുറത്ത് എവിടേക്കാണ് ഇംപ്ലാന്റേഷൻ വരുന്നത്? ഓവറി ഉണ്ടോ? ഇത്രയും പറഞ്ഞ കാര്യം വിടുക. യൂട്രസിന് പുറത്ത് എവിടെയുണ്ടോ? യൂട്രസിന് വെളി എവിടെയുണ്ടോ? ഓവറി ഉണ്ടോ? ഈ പറഞ്ഞ ഇൻഡസ്ട്രീഷ്യലും ഇൻഫെന്റിബിളും ഇസ്തമസും ആംബ്യൂളി എല്ലാം കഴിഞ്ഞാൽ യൂട്രസിന് പുറത്തായിട്ട് ഓവറി ഇംപ്ലാന്റ് ചെയ്യും. ഇംപ്ലാന്റ് ചെയ്യും. ഓവറിയിലും എക്ടോപ്രോസി ഇംപ്ലാന്റ് ചെയ്യും. വളരെ റെയർ ആയിട്ട് അബ്ഡോമൻ ചേർന്ന് ജസ്റ്റ് 1% മാത്രം, 1% മാത്രം അബ്ഡോമൻ വരെ വന്ന് എന്ത് ചെയ്യും? ഇംപ്ലാന്റ് ചെയ്യാറുണ്ട്. അറിയില്ലല്ലോ. 1% വളരെ റെയർ കണ്ടീഷനിൽ മാത്രം 1% മാത്രം അബ്ഡോമൻ വരെ വന്ന് ഇംപ്ലാന്റ് ചെയ്യാറുണ്ട്. മറക്കരുതേ. സോ മോസ്റ്റ് കോമൺ സൈറ്റ് ഇതാ. 97% മോസ്റ്റ് കോമൺ ആരാ? ആരാ? ട്യൂബൽ. ട്യൂബലാണോ? ട്യൂബലാണോ? ട്യൂബൽ അല്ലേ? ട്യൂബൽ അല്ലേ? ആ ട്യൂബലിനകത്ത് എവിടെ? ട്യൂബൽ എവിടെ? ട്യൂബൽ പ്രഗ്നൻസിക്കകത്ത് എവിടെ? ആംബ്യൂള അല്ലെ? ട്യൂബൽ പ്രഗ്നൻസിക്കകത്ത് ആംബ്യൂള. അവിടെ ചോദ്യം ഇതായിരുന്നു. കേരള PSC എക്സാം 4 or 5 തവണ സ്ഥിരം ചോദിച്ചതാണ്. എക്ടോപിക് പ്രഗ്നൻസിയുടെ മോസ്റ്റ് കോമൺ സൈറ്റ് ഏതാണ്? ആംബ്യൂള. അതാണ് ചോദ്യം. കേരള PSC എക്സാം ഇതുവരെ ചോദിച്ചത് ട്യൂബൽ എന്ന വാക്കല്ല. ചോദ്യം ഇതായിരുന്നു. എക്ടോപിക് പ്രഗ്നൻസിയുടെ മോസ്റ്റ് കോമൺ സൈറ്റ് ഏതാണ്? ആംബ്യൂള. ഒന്നുകൂടെ അറിയാമോ? കേട്ടുണ്ടോ? ഇത്രയും സൈറ്റ് പറഞ്ഞു. ഇനി ഇത് യൂട്രൈനകത്ത് വരാമോ? ഇത് യൂട്രൈൻ എവിടെ വരാം? സെർവിക്സിൽ പോയി ഇംപ്ലാന്റ് ചെയ്യോ? യൂട്രൈൻ സെർവിക്സിൽ പോയി ഇംപ്ലാന്റ് ചെയ്യോ? സെർവിക്സിൽ പോയി ഇംപ്ലാന്റ് ചെയ്യും. അതുപോലെ തന്നെ ഇത് ആംഗുലാർ ഇംപ്ലാന്റ്. ആംഗുലാർ കേട്ടോണ്ടെങ്കിൽ ആംഗുലാർ ഇംപ്ലാന്റ് കേട്ടോണ്ടെങ്കിൽ ഇത് യൂട്രോ ട്യൂബൽ ജംഗ്ഷൻ. യൂട്രസിന്റെയും ട്യൂബൽ ജംഗ്ഷൻ. ഇത് പിക്ചർ ഉണ്ടോ? അവിടെ പിക്ചർ ഉണ്ടോ? ആംഗുലാർ ഇംപ്ലാന്റ് കേട്ടോ? പിക്ചർ നോക്കി. ആംഗുലാർ ഇംപ്ലാന്റേഷൻ എന്താ? ആംഗുലാർ ഇംപ്ലാന്റേഷൻ യൂട്രസിന്റെയും ട്യൂബലിന്റെയും ജംഗ്ഷനിൽ വന്ന് ഇംപ്ലാന്റ് അല്ലേ? അല്ലേ? ആംഗുലാർ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ യൂട്രോ ട്യൂബുലർ ജംഗ്ഷൻ പറയാം. യൂട്രോ ട്യൂബുലർ ജംഗ്ഷൻ എന്ന് പറയാം. യൂട്രസിന്റെയും ട്യൂബിന്റെയും ജംഗ്ഷനിൽ വന്ന് ഇംപ്ലാന്റ് ചെയ്യല്ലേ? ഇമ്പോർട്ടന്റ് കേട്ടോ, മറക്കരുത്. യൂട്രസിന്റെയും ട്യൂബിന്റെയും ജംഗ്ഷനിൽ വന്ന് ഇംപ്ലാന്റേഷനിൽ വന്നാൽ ആംഗുലാർ ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കാം. ക്ലിയർ? 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 നെക്സ്റ്റ് അത് കോർണറിൽ എന്തായിരിക്കും? കോർണർ ഇംപ്ലാന്റേഷൻ എന്താ? എവിടെ ഇരിക്കും? കോർണർ ഇംപ്ലാന്റേഷൻ എവിടെ ഇരിക്കും?
കോർണൽ ഇംപ്ലാന്റ്സ് കൊണ്ടിരിക്കും. ഈ റൗണ്ട് ലിഗമെന്റ് ഇല്ലേ, ഈ പറഞ്ഞ ഇംപ്ലാന്റ്സ് എവിടെയാ, ഇത് റൗണ്ട് ലിഗമെന്റ് ഇല്ലേ, ഇത് പിക്ചറിലുണ്ട്, ഇത് റൗണ്ട് ലിഗമെന്റിൽ വന്ന് ഇംപ്ലാന്റേഷൻ വന്നാൽ വിളിക്കുന്ന കോർണൽ ഇംപ്ലാന്റേഷൻ വിളിക്കും. മറക്കോ, ഈ പറഞ്ഞ 3 സ്ഥലങ്ങളിലെ എപ്പോഴും ഇംപ്ലാന്റേഷൻ വരുന്നത്. അതിനു മുമ്പ് നോർമൽ ഇംപ്ലാന്റേഷൻ എവിടെയാ, നോർമൽ സാധാരണ ഇംപ്ലാന്റ് എവിടെയാണ്, ഫണ്ടസ് അല്ലേ. നോർമൽ ആയിട്ട് സാധാരണ ഇംപ്ലാന്റേഷൻ വരും. നോർമലി സാധാരണ ഗതിയിൽ ഇംപ്ലാന്റേഷൻ വരുന്ന അവിടെ ഫണ്ടസ് അല്ലേ. ആലോചിച്ച് പറയുക, നോർമലി എവിടെയാണ് ഫണ്ടസ് തൊട്ട് താഴെ, ഈ പറഞ്ഞ ഫണ്ടസ് തൊട്ട് താഴെ ആന്റിന പാടല്ലേ. നോർമലി ഫണ്ടസ് തൊട്ട് താഴെ ആന്റിന പാടല്ലേ. നോർമൽ ഇംപ്ലാന്റേഷൻ വരുന്ന എപ്പോഴും ഫണ്ടസ് തൊട്ട് താഴെ ആന്റിന പാടല്ലേ അല്ലേ. പക്ഷെ അവിടെ നിന്ന് മാറി സെർവിക്സിൽ വന്നാലും, എക്സ്ട്രാ യൂട്രയിൽ വന്നാലും, യൂട്രസിൽ വന്നാലും, ആംഗുലാറിൽ വന്നാലും, കോർണിയിൽ വന്നാലും അത് എക്ടോപിക് അല്ലേ. അപ്പോ അല്ലേ, നോർമലി ഫണ്ടസിന്റെ തൊട്ട് താഴെയായിട്ട് ആന്റിയർ വാളാണ് ഇംപ്ലാന്റേഷൻ നടക്കേണ്ടത്. പക്ഷെ അവിടെ നിന്ന് മാറി സെർവിക്സിൽ വന്നാലും, എക്സ്ട്രാ യൂട്രൽ വന്നാലും, ആംഗുലാർ വന്നാലും, കോർണിൽ വന്നാലും അത് എക്ടോപിക് പ്രഗ്നൻസി ആണ്. മറക്കൊരു കാര്യം, ഫണ്ടസ് തൊട്ട് താഴെ വരേണ്ട സാധനമാണ്. പക്ഷെ വന്നത് പറഞ്ഞ് വേറെ എവിടേക്കൊന്നല്ലേ, എന്ത് കാര്യം ഇത് പഠിക്കണം. ഏറ്റവും ചോദ്യം കേട്ടോ, ചോദ്യം വരും, ചോദിക്കുന്ന വീണ്ടും ചോദ്യം. നൗ ദ മാനേജ്മെന്റ് നൗ രാവിലെ ആരൊക്കെ എഴുന്നത്, രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ്, രാവിലെ ആരൊക്കെ 5 മണിക്ക് എഴുന്നേറ്റ്, 5 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റുണ്ടോ? ഞാൻ ഉണ്ട്, ഞാൻ എഴുന്നേറ്റ് കേട്ടോ, ഞാൻ എഴുന്നേറ്റ്, ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ്. 4 മണിക്ക് എഴുന്നേറ്റ് എന്താ പറയുന്നത്? ആരൊക്കെ ഉണ്ട്, ആരൊക്കെ എന്റെ ലാസ്റ്റ് മെസ്സേജ് എപ്പൊ കണ്ടു? ഞാൻ നോക്കുന്ന കാര്യം, ഞാൻ ഗ്രൂപ്പിലോട്ട് ലാസ്റ്റ് മെസ്സേജ് അല്ലേ ഈ നോക്കുന്നുണ്ട്. 10 ഗ്രൂപ്പ് ഉണ്ട്, 10 ബാച്ചുണ്ട്. 10 ബാച്ചിനകത്ത് ലാസ്റ്റ് അയച്ച മെസ്സേജ് ആരൊക്കെ ഇപ്പൊ നോക്കും? 10 ഗ്രൂപ്പ് ഉണ്ട്, 1000-ഓളം ആൾക്കാരുണ്ട്. നോക്കും ലാസ്റ്റ് മെസ്സേജ് കണ്ട് എപ്പോഴാണ്? 4 മണി കണ്ടോ? ആര് കണ്ടു? എപ്പൊ കണ്ടു? രാത്രി കണ്ടോ? ചോദ്യം കേട്ടോ. സോ എന്താ മാനേജ്മെന്റ് ചോദ്യം കേട്ടോ. എക്സാമിന് മാനേജ്മെന്റ് ചോദ്യം വരും. മാനേജ്മെന്റ് എപ്പോഴും ചോദ്യം വരട്ടെ. എന്താ സാൽഫിൻജെക്ടമി കിട്ടണമെങ്കിലും, സാൽഫിൻജെക്ടമി ചോദ്യം വരും, എക്സാമിൽ ചോദ്യം വരും. എന്താ സാൽഫിൻജെക്ടമി? എന്താ സർജിക്കൽ റിമൂവലോ ഫലോപ്പിയൻ ട്യൂബിൾ ആണോ? ഫലോപ്പിയൻ ട്യൂബിളിന്റെ സർജിക്കൽ റിമൂവൽ പറഞ്ഞ പേരെന്താ? മാനേജ്മെന്റ് എക്ടോപിക് പ്രഗ്നൻസിയുടെ മാനേജ്മെന്റ് ആയിട്ട് സർജിക്കൽ റിമൂവൽ ഫലോപ്പിയൻ ട്യൂബിലെ പറഞ്ഞ പേരെന്താ? സാൽഫിൻജെക്ടമി അല്ലേ. എക്സ്ട്രീം ഈ പറഞ്ഞ ഫലോപ്പിയൻ ട്യൂബിൾ സർജിക്കൽ റിമൂവൽ വിളിക്കാം സാൽഫിൻജെക്ടമി എന്ന് വിളിക്കാം അല്ലേ. ഫലോപ്പിയൻ ട്യൂബിൾ എന്തെയും സർജിക്കൽ റിമൂവ് ചെയ്ത സാൽഫിൻജെക്ടമി, അതൊരു മാനേജ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഇത് ലീനിയർ ഇത് പഠിച്ചിട്ടില്ല ഇതുപോലെ. എപ്പോഴും സാൽഫിൻജെക്ടമി മാത്രം പഠിക്കും. പക്ഷെ അടുത്തൊരു മാനേജ്മെന്റ് ആണ് ദ ലീനിയർ സാൽഫിൻജെക്ട്. എന്താ ലീനിയർ പഠിക്കണം, എല്ലാം പഠിക്കണം. എന്തായിരിക്കും ഇത്? ലീനിയർ എന്താ? ലീനിയർ സാൽഫിൻജെക്ടമി എന്തായിരിക്കും? ലീനിയർ സാൽഫിൻജെക്ടമി സിമ്പിൾ കാര്യമാണ്. ലീനിയർ സാൽഫിൻജെക്ടമി എന്താ? ആര് അഞ്ചന പറഞ്ഞു, the tube that doesn't remove only the conception product. ശരിയാണ്. എന്തായിരിക്കും? ഒരു ഇൻസെഷൻ കേട്ടോ, ഒരു ഇൻസെഷൻ സൈറ്റോ ഇംപ്ലാന്റേഷൻ അല്ലേ. ആ സൈറ്റോ ഇംപ്ലാന്റേഷൻ അടുത്ത് ഒരു ഇൻസെഷൻ കേട്ടോ. ഫസ്റ്റ് ആണ് കാര്യം, ലീനിയർ സാൽഫിൻജെക്ടമി എന്ന് പറയുമ്പോൾ സൈറ്റോ ഇംപ്ലാന്റേഷൻ അല്ലേ, അവിടെ ഒരു ഇൻസെഷൻ ഇടും. ആൻഡ് പ്രോഡക്റ്റിനെ എന്ത് ചെയ്യും? ഇവാക്വറ്റ് ചെയ്യും. ആ സൈറ്റിൽ ഇവർ ഇംപ്ലാന്റേഷൻ ഉള്ള സൈറ്റിൽ ഒരു ഇൻസെഷൻ ഇടും. ആൻഡ് പ്രോഡക്റ്റിനെ പുറത്തേക്ക് കളയും കേട്ടോ. ട്യൂബ് ഓപ്പൺ ആയിരിക്കും. ട്യൂബ് ഓപ്പൺ അല്ലേ, ട്യൂബ് ഓപ്പൺ ആയിരിക്കും. ട്യൂബ് ഓപ്പൺ ആണ്. ട്യൂബ് ഓപ്പൺ, പക്ഷെ ഇൻസിഷൻ ഇട്ട് പ്രോഡക്റ്റിനെ മാത്രം റിമൂവ് ചെയ്താൽ എന്ത് വിളിക്കാം? ട്യൂബ് ഓപ്പൺ ആണ്. ട്യൂബ് ഓപ്പൺ ആണ്.
ഒരു ഇൻസേഷൻ ഇട്ട് മാത്രം ഈ പറഞ്ഞ പ്രോഡക്റ്റിനെ പുറത്തേക്ക് കളഞ്ഞാൽ എന്ത് വിളിക്കാം? ദ ട്യൂബ് ഓപ്പൺ ആണ്, പക്ഷെ ഇൻസേഷൻ ഇട്ട് ഈ പറഞ്ഞ പ്രോഡക്റ്റിനെ മാത്രം പുറത്തേക്ക് കളഞ്ഞാൽ ലീനിയർ സാൽപിഞ്ചക്ടമി. മറക്കരുത്, ദ ട്യൂബ് ഓപ്പൺ ആണ്, ട്യൂബിൽ പ്രശ്നമൊന്നുമില്ല, ഓപ്പൺ. പക്ഷെ ഒരു ഇൻസിഷൻ ഇട്ട് അവിടുത്തെ പ്രോഡക്റ്റിനെ എടുത്ത് പുറത്തേക്ക് കളഞ്ഞാൽ ലീനിയർ സാൽപിഞ്ചക്ടമി എന്ന് പറയാം. ക്ലിയർ? ക്ലിയർ? എക്ടോപിക് പ്രഗ്നൻസി ക്ലിയർ ആയോ? എക്ടോപിക് പ്രഗ്നൻസി ക്ലിയർ ആയോ? ഒരു ചാപ്റ്റർ ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഒരു ചാപ്റ്റർ ഫുള്ള് മനസ്സിലായോ? ഒരു മാർക്ക് കിട്ടും, ഒരു മാർക്കില്ലേ? ഒരു മാർക്ക് ഉറപ്പാണ്, ഒരു മാർക്ക് ഉറപ്പാണ്. സോ നെക്സ്റ്റ് ഹെഡിങ് ഇടുക. നെക്സ്റ്റ് ഹെഡിങ് ദ ജസ്റ്റേഷൻ ട്രോഫോബ്ലാസ്റ്റിക് ഡിസീസ്, GTD, the gestation the trophoblastic disease. ഒരു സ്മാൾ ബ്രേക്കർ ഇട്ടെ, സ്മാൾ ബ്രേക്കർ ഇട്ടെ, സ്മാൾ ബ്രേക്കർ ഇട്ടെ, സ്റ്റാർട്ട് ഇട്ടെ, സ്മാൾ ബ്രേക്കർ ഇട്ടെ, ഇട്ടെ. ഒരു 11 ബ്രേക്കർ, 11-20 വരെ, ഒരു 11 ബ്രേക്കർ, 11-20 വരെ ബ്രേക്കർ, 11-20 വരെ, 11-20 വരെ ബ്രേക്ക്. ഓടിപ്പോയി
Study up. 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 ഏറ്റവും ക്ലിയർ ആയല്ലോ, ഏറ്റവും ക്ലിയർ ആയല്ലോ, ഏറ്റവും പ്രഗ്നൻസി ഫുള്ള് മനസ്സിലായല്ലോ, ഏറ്റവും പ്രഗ്നൻസി ഫുള്ള് മനസ്സിലായല്ലോ, ഏറ്റവും പ്രഗ്നൻസി ഫുള്ള് മനസ്സിലായല്ലോ. കാര്യങ്ങളും ആ സൈറ്റ് എവിടെയാണെന്നും സർജിക്കൽ മാനേജ്മെന്റ് ചോദിക്കും. ചോദ്യം അതിന്റെ ഇംപ്ലാന്റേഷൻ ചോദിക്കാറുണ്ട്. എന്താണെന്ന് അറിഞ്ഞിരിക്കണം, സർജിക്കൽ മാനേജ്മെന്റും അറിഞ്ഞിരിക്കണം, മറക്കരുത്. സോ നെക്സ്റ്റ് ഇടുക ജസ്റ്റേഷൻ ട്രോപ്പോബ്ലാസ്റ്റിക് ഡിസീസ്. ഈ വാക്ക് കേട്ടിട്ടുണ്ടോ? ജസ്റ്റേഷൻ ട്രോപ്പോബ്ലാസ്റ്റിക് ഡിസീസ്. ഇല്ലല്ലോ, അതില്ലല്ലോ, അതില്ലല്ലോ, ഇല്ലല്ലോ. നെക്സ്റ്റ് നോക്കാം. ജസ്റ്റേഷൻ ട്രോപ്പോബ്ലാസ്റ്റിക് ഡിസീസ്, GTD അധികം എവിടെയും കേട്ടില്ലല്ലോ, ഇല്ലല്ലോ, ഇല്ല. അത് നമ്മൾ എവിടെയെങ്കിലും ഇത് ആംനിയോണും കോറയും പറഞ്ഞായിരുന്നു? എവിടെ? ആ തുടക്കതാ ലീല പറഞ്ഞ പോലെ തുടക്കം ഈ പറഞ്ഞ ഹൈഡ്രേറ്റ് ഫോമിൽ എത്തും. എപ്പോഴും അറിയാമോ? എവിടെയെങ്കിലും ആംനിയോണും കോറയും പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? സ്റ്റാർട്ട് ചെയ്യാം. അത് ഓർമ്മയാണോ? ഇറ്റ്സ് എ ഫീറ്റസിന്റെ കോറിയോന്റെ ഗ്രോത്ത് അല്ലേ, അല്ലേ? ഫീറ്റസിന്റെ കോറിയോന്റെ ഇത് ഗ്രോത്ത് ആണ്. നിയോപ്ലാസ്റ്റിക് ഡിസീസ് അല്ലേ? ഫീറ്റസിന്റെ കോറിയോന്റെ ഗ്രോത്തിനെ പറഞ്ഞ പേരല്ലേ? ഫീറ്റസിന്റെ കോറിയോന്റെ ഗ്രോത്തിനെ പറഞ്ഞ പേരല്ലേ ഇത്? ആണോ അല്ലയോ? ആണോ അല്ലയോ? ഫീറ്റസിന്റെ ഈ പറഞ്ഞ കോറിയോന്റെ ഗ്രോത്തിനെ പറഞ്ഞ പേരല്ലേ ജസ്റ്റേഷൻ ട്രോപ്പോബ്ലാസ്റ്റ് ഡിസീസ്? കാര്യം സിമ്പിളായി പഠിക്കുക. ഫീറ്റസിന്റെ കോറിയോയുടെ ഗ്രോത്ത് അല്ലേ? കാര്യം അറിഞ്ഞു പഠിക്കുക. ഫീറ്റസിന്റെ കോറിയോയുടെ ഗ്രോത്ത് ആണ്. ഇവിടെ പ്രധാനമായിട്ട് 3 കാര്യം വരാം. ഇവിടെ പ്രധാനമായിട്ട് 3 കാര്യം വരാം. അതാണ് നിങ്ങൾ ആരോ പറഞ്ഞത്, ഹൈഡാഡിഫോമോൾ പറഞ്ഞില്ലേ? ഹൈഡാഡിഫോമോൾ പറഞ്ഞില്ലേ? എപ്പോഴും സെപ്പറേറ്റ് പഠിക്കില്ല. എപ്പോഴും ഹൈഡാഡിഫോമോൾ എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് വാക്ക് നോക്കുന്നത്. പക്ഷെ അതല്ല, ഫീറ്റസിന്റെ കോറിയോണ്ട് ഗ്രോത്ത് ആണ് എപ്പോഴും ജസ്റ്റേഷൻ ട്രോപ്പോബ്ലാസ്റ്റ് ഡിസീസിനകത്ത് വരുന്നത്. അവിടെ 3 ഇമ്പോർട്ടന്റ് കാര്യം വരാം. അതിൽ ഒന്നാണ് എന്താണ്? ഹൈഡാഡിഫോമോൾ. സെക്കൻഡ് ഇതാ ഇത് കോറിയോ അഡിനോമ. സെക്കൻഡ് ഇതാ കോറിയോ അഡിനോമൂടെ വന്നൂടെ അന്ന് കോറിയോ കാർസിനോമയും കോറിയോ അഡിനോമയും ഹൈഡാഡിഫോമോൾ എന്ന് പറയുന്ന 3 കാര്യം എവിടെ വരും? ജസ്റ്റേഷൻ ട്രോപ്പോബ്ലാസ്റ്റ് ഡിസീസിനകത്ത് 3 കാര്യം എപ്പോഴും വരും. ഏതൊക്കെയാ? ഫീറ്റസിന്റെ കോറിയോന്റെ ഗ്രോത്ത് ആണല്ലേ? ഫീറ്റസിന്റെ കോറിയോ ഗ്രോത്ത് ആണ്. അവിടെ എപ്പോഴും നിയോപ്ലാസ്റ്റ് അല്ലേ? നിയോപ്ലാസ്റ്റിക് ഡിസീസ് ആണ്. 3 കാര്യം എപ്പോഴും വരും. പാർഷ്യൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഹൈഡാഡിഫോമോൾ വരും. കോറിയോണിക് എന്തോരും അഡിനോ വരില്ലേ? വരും. അതുമല്ല കോറിയോണിക് കാർസിനോമ വരും. അതുകൊണ്ട് എവിടെയെങ്കിലും ചോദിക്കും, ഇവിടെ ചോദിക്കും ഹൈഡാഡിഫോമോൾ എന്തായിരിക്കും ഹൈഡാഡിഫോമോൾ വരുന്നത് എവിടെയാ? ഫസ്റ്റ് ചോദിക്കും, പഠിക്കും. ഇനി അങ്ങോട്ട് കഴിയുമ്പോൾ പഠിക്കും, അങ്ങോട്ട് പഠിക്കും, അങ്ങോട്ട് തൊട്ടടുത്തായിട്ട് പഠിക്കും, അങ്ങോട്ട് പഠിക്കും, അടുത്തും പഠിക്കും. ഇന്നേ പഠിക്കും. ഹൈഡാഡിഫോമോൾ അതെവിടെ ഉള്ളപ്പം എവിടെ ഡെവലപ്പ്? ആ ചോദ്യം അങ്ങോട്ട് പഠിക്കും. ആദ്യം ഹൈഡാഡിഫോമോൾ അത് എവിടെ ഡെവലപ്പ് പോകും? ഇങ്ങോട്ട് ഡെവലപ്പ് പോകുന്നത് ഇന്ന് മയോമെട്രി ആണോ, എൻഡോമെട്രി ആണോ, പെരിമെട്രി ആണോ? ഹൈഡാഡിഫോമോൾ ഇത് ജസ്റ്റേഷൻ ട്രോപ്പോബ്ലാസ്റ്റ് ഡിസീസിൽ എവിടെ ഡെവലപ്പ് ആവും? മയോമെട്രി. ഇത് മസ്കുലർ അല്ലേ? യൂട്രസിന്റെ മസ്കുലർ അല്ലേ മയോമെട്രി? യൂട്രസിന്റെ മസ്കുലർ ലെയർ അല്ലേ മയോമെട്രി ആവും? യൂട്രസിന്റെ മസ്കുലർ ലെയർ അല്ലേ മയോമെട്രി അല്ലേ? ആണോ?
യൂട്രസിലെ മസ്കുലർ ലെയർ മയോമെട്രിയം. സോ ദ ഹൈഡ്രാഡിഫോം എപ്പോഴും ഡെവലപ്പ് എവിടെയാ? ഡെവലപ്പ് ഇൻ ടു ദ മയോമെട്രിയം അല്ലെങ്കിൽ മസ്കുലർ ലെയർ ഓഫ് ദ യൂട്രസ് അല്ലേ? മസ്കുലർ ലെയർ ഓഫ് യൂട്രസിലാണ് സാധാരണഗതിയിൽ സാധാരണഗതിയിൽ എന്ത് വരുന്നത്? ഈ പറഞ്ഞ എന്ത് വരുന്നത് ഹൈഡ്രാഡിഫോമിലെ മറക്കരുത്. യൂട്രസിന്റെ മസ്കുലർ ലെയറിൽ എപ്പോഴും ഹൈഡ്രാഡിഫോമോ വരുന്നത്. ക്ലിയർ? യെസ്. ചോദിക്കട്ടെ, ഫീറ്റൽ കോറയുണ്ട്, ഫീറ്റസിന്റെ കോറയുണ്ട്. ഇത് നിയോപ്ലാസ്റ്റിക് കണ്ടീഷൻ എന്താ? ഫീറ്റസിന്റെ കോറയുണ്ട്, നിയോപ്ലാസ്റ്റിക് കണ്ടീഷൻ എന്താ? ഇറ്റ് ഈസ് ജസ്റ്റേഷൻ ട്രോപ്പോപ്ലാസ്റ്റ് അല്ലേ? ഫീറ്റസിന്റെ കോറയോ അങ്ങനെ ചോദിക്കാം. ഫീറ്റസിന്റെ കോറയുണ്ട്, നിയോപ്ലാസ്റ്റിക് ഗ്രോത്തിലെ പറഞ്ഞ പേരെന്താ? അങ്ങനെയും ചോദിക്കാം. ഫീറ്റസിന്റെ കോറയുണ്ട്, നിയോപ്ലാസ്റ്റിക് ഗ്രോത്തിലെ ആദ്യമായിട്ട് പഠിക്കണം. ഫീറ്റസിന്റെ ഗ്രോത്തിന്റെ നിയോപ്ലാസ്റ്റിക് ഗ്രോത്ത് എന്ന് വിളിക്കാം. GTD ജസ്റ്റേഷൻ ട്രോപ്പോപ്ലാസ്റ്റ് ഡിസീസ്. അത് അഡിനോമായിക്കൂടെ, അത് അഡിനോമയമാകാം, അത് കാർസിനോമായിക്കൂടെ, അത് അഡിനോമയുമാകാം, കാർസിനോമായിക്കൂടെ, അത് വെറും ഒരു മോളർ ആയിക്കൂടെ. അഡിനോമയാകാം, അത് കാർസിനോമയുമാകാം, വെറും ഒരു മോളർ മാത്രമായിക്കൂടെ. അഡിനോമയാവാതെ ചില സമയത്ത് എന്ത് ചെയ്യും? അത് അഡിനോമയാവും, ചില സമയത്ത് കാർസിനോമയാവും, ചില സമയം വെറും ഒരു മോളർ മാത്രമായിക്കൂടെ. എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? എന്തൊരു കാരണമുണ്ട്. എന്തുകൊണ്ടാണ് ഇത് വരാൻ കാരണം? ഒരു റീസൺ എന്താ? മെയിൻ റീസൺ എന്താ? പ്ലാസന്റ അബ്നോർമൽ ഡെവലപ്മെന്റ് ഓഫ് പ്ലാസന്റ. കാരണം പ്ലാസന്റയിലെ അബ്നോർമൽ ഡെവലപ്മെന്റ് കൊണ്ട് എന്തുപോലെ മറക്കരുത്, പ്ലാസന്റയുടെ അബ്നോർമൽ ഡെവലപ്മെന്റ് കാരണം എന്തുണ്ടാവാം? GTD കൂടെ പ്ലാസന്റയുടെ അബ്നോർമൽ ഡെവലപ്മെന്റ് കാരണം GTD എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകാം. മറക്കരുത്, പ്ലാസന്റയുടെ അബ്നോർമൽ ഡെവലപ്മെന്റ് കാരണം GTD എന്ന് പറയുന്ന ഡിസീസ് വരാം. ക്ലിയർ? എന്താണെന്ന് മനസ്സിലായത്? എന്താണ് GTD എന്ന് മനസ്സിലായത്? പഠിക്കാതെ പോകരുത്. ചില സമയം ഇത് ചോദിച്ചാൽ 1 മാർക്ക് ഓർമ്മ കിട്ടും. കാരണം ഇതിന്റെ മാർക്ക് വരുന്ന ഭാഗം ഇനിയാണ്. കാര്യം ആദ്യം പഠിക്കണം, ശേഷം മാർക്ക് വരുന്ന ഭാഗം ഇനിയാണ്. സൈഡ് ചോദിക്കും. അതുപോലെ തന്നെ മാർക്ക് വരുന്ന ഭാഗമാണ് ഹൈഡ്രാഡിഫോമോ. തുടങ്ങാം. ഇത് വെറുതെ പറയുന്ന മുമ്പേ അത് ആദ്യം പഠിക്കണം. ശരിയല്ലേ? ഇത് ഹൈഡ്രാഡിഫോമോൾ എന്താണ് പഠിക്കുന്ന മുമ്പേ ആദ്യം അറിയേണ്ട കാര്യമില്ല. മനസ്സിലായല്ലോ? ഹൈഡ്രാഡിഫോമോൾ എന്താണെന്ന് പറയുന്ന മുമ്പേ ആദ്യം അറിയേണ്ട 3 കിട്ടിയല്ലോ. കിട്ടിയോ? കിട്ടിയോ? ഞാൻ നിങ്ങളെ പാസ്സാക്കുമെന്ന് പറയുമ്പോൾ ഞാൻ വെറുതെ പറയില്ല. ഞാൻ നിങ്ങളെ പാസ്സാക്കുമെന്ന് പറയുമ്പോൾ എന്റെ രാത്രി പകൽ ഞാൻ തരും. പഠിക്കണം കേട്ടോ. ഞാൻ പാസ്സാക്കുമെന്ന് പറയുമ്പോൾ വെറുതെ എന്താണ് പറയുന്നത്? ഞാൻ ഒരു കാര്യം വെറുതെ പറയില്ല. എഫോർട്ടും എഫിഷ്യൻസിയും എല്ലാം ഞാൻ തരുന്നു. പഠിക്കട്ടോ. പക്ഷെ ഇതുപോലുള്ള എല്ലാ ക്ലാസ്സും പഠിച്ചിട്ടുണ്ടോ? എനിക്ക് ആരെങ്കിലും ഇതുപോലെയുള്ള എല്ലാ ക്ലാസ്സും പഠിച്ചിട്ടുണ്ടോ? ഒരാളെങ്കിലും ഉണ്ടോ? ഇതുപോലെ ഞാൻ തന്ന എല്ലാ ക്ലാസ്സും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച ആരെങ്കിലും ഉണ്ടോ? ഇതുപോലെയായിട്ട് എല്ലാ ക്ലാസ്സും പഠിച്ച ആരെങ്കിലും ഉണ്ടോ? ഇത് ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും ഇൻക്ലൂഡിങ് ബേസിക്സ് തൊട്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? കൺഫ്യൂഷൻ വേണ്ട. കൺഫ്യൂഷൻ എക്സാമിന്റെ ചോദ്യം കാണുമ്പോ ഞാൻ അയച്ച ക്വസ്റ്റ്യൻ പേപ്പറിനെക്കാളും ഈസി കേട്ടോ. ഞാൻ അയച്ച ക്വസ്റ്റ്യൻ പേപ്പറിനെക്കാട്ടിലും ഈസി കേട്ടോ. ഞാൻ അയച്ച ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ടഫാണ്. ഞാൻ തന്നെ പറയും, ഞാൻ അയച്ച ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ടഫാണ്. ഞാൻ പറയും, ഞാൻ അയച്ച ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ടഫാണ്. ഞാൻ അയച്ച ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ടഫാണ്. ഞാൻ മനഃപൂർവ്വം അയച്ചങ്ങനെ. ഞാൻ അയച്ച എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ടഫാണ്. 5, 6, 10 മാത്രം ഈസി ഉള്ളൂ. 5, 6, 10 മാത്രം ഈസി ഉള്ളൂ. ബാക്കിയെല്ലാം ടഫാണ്. ഇത് ടഫാക്കിയതാണ്.
പഠിച്ചോ പഠിച്ചോ? ഈസിയായി പഠിക്കരുത്. ടഫായിട്ട് പഠിച്ചാൽ എക്സാം ഒരു ഉറപ്പായി കിട്ടും കേട്ടോ. അതുപോലെ വായിക്കും കേട്ടോ. എല്ലാ കമ്പനിയിലും അനുഷ്ഠ എല്ലാ കമ്പനിയിലും റിസർച്ച് മാനേജ്മെന്റ് അതിൽ റെക്കോർഡിംഗ് ഇല്ലേ? റിസർച്ച് മാനേജ്മെന്റ് അതില്ലേ? റിസർച്ച് മാനേജ്മെന്റ് സ്റ്റാറ്റിക്സ് റെക്കോർഡ് കിട്ടിയില്ലേ? റിസർച്ച് മാനേജ്മെന്റ് സ്റ്റാറ്റിക്സ് റെക്കോർഡിംഗ് കിട്ടില്ല. അത് മാത്രം പഠിച്ചാൽ മതി. അത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഞാൻ പഠിപ്പിക്കും. ലാസ്റ്റ് ഇപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആളനുസരിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ പഠിപ്പിക്കും കേട്ടോ. പറയാണ് ക്വസ്റ്റ്യൻ ഉള്ള ആളല്ലേ? ക്വസ്റ്റ്യൻ ഉണ്ടാകുന്ന ലാസ്റ്റ് 2 ദിവസം ആകുമ്പോൾ ഞാൻ റിസർച്ച് മാനേജ്മെന്റ് ലാസ്റ്റ് ദിവസം അല്ലേ? ലാസ്റ്റ് 2 ദിവസം അതായി കേട്ടോ. ലാസ്റ്റ് 2 ദിവസം ആകുമ്പോൾ എന്താണ് റിസർച്ച് മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ ആ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആൾ ഡിപ്പെൻഡ് അനുസരിച്ച് തരും. അതിന് മുമ്പായിട്ട് സിസ്റ്റം ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും. ഇങ്ങനത്തെ റെക്കോർഡിംഗ് ക്ലാസ്സും സിസ്റ്റം എല്ലാം കംപ്ലീറ്റ് ചെയ്യട്ടോ. കംപ്ലീറ്റ് ചെയ്യോ? ഫോർ എക്സാമ്പിൾ OBG ആയാലും പീഡിയാട്രിയിലും എൻഡോക്രൈൻ എല്ലാം ഇപ്പൊ സിസ്റ്റം ഫുള്ള് കംപ്ലീറ്റ് ആകട്ടോ. എന്താണ് ഹൈഡാഡിഫോം? ചോദ്യം. നെക്സ്റ്റ് ഇടുക, എന്താണ് ഹൈഡാഡിഫോം മോർ? ഇത് GTD പറഞ്ഞു, അടുത്ത് വരുമെന്ന് പറഞ്ഞു, GTD പറഞ്ഞു, വരുമെന്ന് പറഞ്ഞു. എന്താണ് ഹൈഡാഡിഫോം മോർ? മാസാണോ? ഒരു മാസാണോ? പിക്ചറിൽ കാണാം ഒരു മാസാണോ? പിക്ചറിൽ കാണാം ഒരു മാസാണോ? ഒരു മാസാണ്. ഒരു മാസാണ്. ഒരു മാസാണോ? ഒരു മാസാണോ ഹൈഡാഡിഫോം മോൾ എന്ന് പറയുന്നത്? ആണോ? ആണ്. പറയാനുണ്ട് പോളിസിസ്റ്റിക് മാസ് പറയാനുണ്ടോ? മാസം എന്ന് പറയുമ്പോൾ പോളിസിസ്റ്റിക് മാസം എന്താ? മാസം എന്ന് പറയുമ്പോൾ പോളിസിസ്റ്റിക് മാസം കോറിയോണിക് വില്ലി വരാമോ? 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 കോറിയോണിക് വില്ലിയിൽ വരാമോ? ചില സമയത്ത് കോറിയോണിക് വില്ലി ഉണ്ടാവുന്ന പോളിസിസ്റ്റിക് മാസ് വരാറില്ലേ? ചില സമയത്ത് കോറിയോണിക് വില്ലിയിൽ ഈ പറഞ്ഞ പോളിസിസ്റ്റിക് മാസ് വരാം. ശരിയല്ലേ? ചെറിയ സ്മാൾ പ്രോസസ് ഒന്നുകൂടെ സ്മാൾ ആയിട്ടുള്ള ചെറിയ സിസ്റ്റ് ഡെവലപ്പ് ആയിക്കൂടെ? ഒന്നുകൂടെ വരാം. അപ്പൊ കോറിയോണിക് വില്ലയിൽ വന്നാലും അങ്ങനെ ഉണ്ടാകുന്ന ചെറിയ സിസ്റ്റത്തെ വിളിക്കാം നമുക്ക് ഹൈഡാഡിഫോം മോൾ പറഞ്ഞൂടെ? അല്ലേ? ഇത് കോറിയോണിക് വില്ലയിലും പോളിസിസ്റ്റിക് മാസും വരാറുണ്ടല്ലേ? അതിന് പറഞ്ഞ പേരെന്താ? ഹൈഡാഡിഫോം മോൾ വരാം. ഇവിടെ ചോദ്യമുണ്ട്, എക്സാമിന്റെ ചോദ്യം. ഇവിടെ സ്ട്രക്ചറിന്റെ പേരെന്താണ്? അതാ ചോദ്യം. ഇവിടെ കേരള PSC എക്സാം ചോദ്യം വരുന്ന കാര്യം എന്താണെന്നല്ല, ആ ഒരു സ്ട്രക്ചർ ഉണ്ട്. അത് നമ്മൾ ഡിഫൻസ് മെക്കാനിസം പേരുണ്ട്. ഡിഫൻസ് മെക്കാനിസം എവിടെയെങ്കിലും ഇത് ഗ്രേപ്പ് ഭയങ്കരമുണ്ടോ? ഗ്രേപ്പ് ഡിഫൻസ് മെക്കാനിസം പഠിച്ചപ്പോൾ എവിടെയെങ്കിലും ഗ്രേപ്പ് ഇട്ടുണ്ടോ? ഗ്രേപ്പ് കേട്ടുണ്ടോ? അവിടെ കേട്ടുണ്ടോ? പറഞ്ഞേ. ഡിഫൻസ് മെക്കാനിസം പഠിച്ചപ്പോൾ എവിടെയെങ്കിലും ഗ്രേപ്പ് എന്ന വാക്ക് കളക്ടി പറയും. ഗ്രേപ്പ് മുന്തിരിങ്ങ കേട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ ഹൈഡാഡിഫോം മോളിനകത്ത് സ്ട്രക്ചർ എന്ന് പറഞ്ഞാ ഗ്രേപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ചോദ്യം വരും, ഹൈഡാഡിഫോം മോളിനകത്ത് സ്ട്രക്ചർ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഗ്രേപ്പ് ലൈക്ക് സ്ട്രക്ചർ ഇൻ ദ നോൺ മാലിഗ്നന്റ് ആയിട്ടുള്ള ഹൈഡാഡിഫോം മോൾ. മാലിഗ്നന്റ് അല്ലെങ്കിൽ മാത്രം ഗ്രേപ്പ് ലൈക്ക് സ്ട്രക്ചർ. ഹൈഡാഡിഫോം മോൾ മാലിഗ്നന്റ് അല്ലെങ്കിൽ മാത്രം ഗ്രേപ്പ് ലൈക്ക് സ്ട്രക്ചർ. മറക്കരുത്, ഹൈഡാഡിഫോം മോൾ ദ മാലിഗ്നന്റ് അല്ലെങ്കിൽ മാത്രം ഗ്രേപ്പ് ലൈക്ക് സ്ട്രക്ചർ. മറക്കരുത്, ഹൈഡാഡിഫോം മോൾ മാലിഗ്നന്റ് അല്ലെങ്കിൽ ഗ്രേപ്പ് ലൈക്ക് സ്ട്രക്ചർ. ഇനി മാലിഗ്നന്റ് ആണെങ്കിലോ? ഒരു അല്ലെങ്കിൽ ഗ്രേപ്പ് അല്ലേ? അല്ലെങ്കിൽ സ്ട്രക്ചർ ഗ്രേപ്പ് അല്ലേ? ഇത് ഗ്രേപ്പ് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടമാണോ? ഒരു കൂട്ടം എന്ന് പറയുമ്പോൾ വാക്കെന്താ? ഇത് ക്ലസ്റ്റർ ആണോ? ആണോ? മാലിഗ്നന്റ് അല്ലെങ്കിൽ ഒരു കൂട്ടം എന്ന് പറയുമ്പോൾ ഗ്രേപ്പ് എന്ന് പറയുമ്പോൾ ക്ലസ്റ്റർ ആണോ? ക്ലസ്റ്റർ ആണോ? ക്ലസ്റ്റർ ആണോ? ഗ്രേപ്പ് ലൈക്ക് എന്ന് പറയുമ്പോൾ ഒരു ക്ലസ്റ്റർ ആണോ? നോൺ മാലിഗ്നന്റ് എന്തായിരിക്കും? ഒരു കൂട്ടമല്ലേ? ഒരു ക്ലസ്റ്റർ അല്ലേ? അല്ലേ? ആണ്. ഇനി മാലിഗ്നന്റ് ആണെങ്കിലും കോറിയോ
കാർസിനോമ ആയിരിക്കും. ഇനി മാലിഗ്നന്റ് ആണെങ്കിൽ അത് ഇത് കോറിയോ കാർസിനോമ ആയിരിക്കും. അത് എവിടെ ഡെവലപ്പ്? ഇറ്റ് ഈസ് എവിടെ ആയിരിക്കും? അത് യൂട്രസ് ആണോ? യൂട്രസ് ആണ്. മാലിഗ്നന്റ് ആണെങ്കിൽ ദ കോറിയോ കാർസിനോമ യൂഷ്വലി എവിടെ ആയിരിക്കും? യൂട്രസ് ആണ്. എക്ടോപ്രഗ്നൻസി യൂട്രസിൽ വരുന്നതാണോ? എക്ടോപ്രഗ്നൻസി യൂട്രസിൽ വരുന്നതാണോ? മാലിഗ്നന്റ് ആണെങ്കിൽ കോറിയോ കാർസിനോമ എവിടെ ആയിരിക്കും? അന്നുമ്പേ മാലിഗ്നന്റ് ആണെങ്കിലേ ഇത് ഗ്രേറ്റ് ലെഗ് സ്ട്രക്ചർ ഉണ്ടോ? മാലിഗ്നന്റ് ആണെങ്കിൽ ഇത് ഗ്രേറ്റ് ലെഗ് സ്ട്രക്ചർ ഉണ്ടോ? ഇല്ല, ഉണ്ടായില്ലല്ലോ, ഉണ്ടായില്ല. മാലിഗ്നന്റ് ആണെങ്കിൽ ഈ പറഞ്ഞ എന്താ ഗ്രേറ്റ് ലെഗ് സ്ട്രക്ചർ ഉണ്ടാവില്ല. പക്ഷേ ഇത് നോൺ മാലിഗ്നന്റ് ആണെങ്കിൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് ഈ സ്ട്രക്ചർ കാരണം എന്താ? സ്ട്രക്ചർ പറയാൻ കാരണം എന്താ? കാരണം അറിഞ്ഞിരിക്കുന്നു. കാരണം എന്താ? ആ ഒരു ഇത് ഗ്രേറ്റ് ലെഗ് സ്ട്രക്ചറും കാരണം എന്താ? ഇതുവരെ പഠിക്കാത്ത കാര്യമാണ്, കേട്ട് കാണും പക്ഷെ പഠിക്കാത്ത കാര്യമാണ്. കോറിയോണിക് വില്ലയുടെ ഇത് ഓവർ ഇത് പ്രോളിഫറേഷൻ ആണ്. ആ ഒരു ഗ്രേറ്റ് ലെഗ് സ്ട്രക്ചർ വരാൻ കാരണം ഇത് കോറിയോണിക് വില്ലയല്ലേ? ആ ഒരു കോറിയോണിക് വില്ലയുടെ നമുക്കറിയാം, കോറിയോണിക് വില്ല എന്നറിയാം. ആ ഒരു കോറിയോണിക് വില്ലയുടെ എന്താണ് ഓവർ ദ പ്രോളിഫറേഷൻ കാരണമാണ് വരുന്നത്. ശരിയല്ലേ? കോറിയോണിക് വില്ലയുടെ ഓവർ ദ പ്രോളിഫറേഷൻ കാരണം എന്താണ് ഈ പറയുന്ന ഗ്രേറ്റ് ലെഗ് സ്ട്രക്ചർ വരുന്നത്? പ്രശ്നക്കാരനല്ലേ? 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 ആണോ? ആണോ? ആണ്. ക്ലിയർ? ചോദ്യം വരും. ഇവിടെ ചോദ്യം എന്താണ് പറഞ്ഞത് മനസ്സിലായല്ലോ? എന്താണ് ചോദ്യം മനസ്സിലായല്ലോ? ഗ്രേറ്റ് ലെഗ് സ്ട്രക്ചർ കാണുന്നത് എവിടെയാണ്? അതാണ് മറക്കേണ്ടത്. മറക്കരുത് കേട്ടോ. സൗണ്ട് പോയോ? സൗണ്ട് ഉണ്ടോ? സൗണ്ട് കേൾക്കാമോ? സൗണ്ട് ഉണ്ടോ? പോയോ? സൗണ്ട് ഉണ്ടോ? ഉണ്ടോ? അപ്പൊ ഈ പറഞ്ഞ ഇത് ഹൈഡാഡിഫോം മോൾ എവിടെ വരാം? കോറിയോണിക് വില്ല അല്ലേ? ഈ പറഞ്ഞ ഹൈഡാഡിഫോം മോൾ എവിടെ വരാം? കോറിയോണിക് വില്ല വന്നൂടെ? ഹൈഡാഡിഫോം മോൾ കോറിയോണിക് വില്ല വന്നൂടെ? 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 ഹൈഡാഡിഫോം മോൾ കോറിയോണിക് വില്ല വന്നൂടെ? വരാം. ആ സമയം ആ സമയത്തെ ആ ഒരു സമയത്ത് അത് മാലിഗ്നന്റ് ആണെന്ന് വിളിക്കാം. ആ ഒരു സമയത്ത് അത് മാലിഗ്നന്റ് ആണെങ്കിൽ കോറിയോ കാർസിനോമ എന്ന് വിളിക്കാം അല്ലേ? ഹൈഡാഡിഫോം മോൾ ഈ പറഞ്ഞ കോറിയോണിക് വില്ലയിൽ വന്നിട്ട് മാലിഗ്നന്റ് ആണെങ്കിൽ കോറിയോ കാർസിനോമ എന്ന് വിളിക്കാം. അതേ ഹൈഡാഡിഫോം മോൾ ഈ പറഞ്ഞ യൂട്രസിന്റെ എൻഡോമെട്രിയം കഴിഞ്ഞ് അതേ ഹൈഡാഡിഫോം മോൾ യൂട്രസിന്റെ എൻഡോമെട്രിയം കഴിഞ്ഞ് മസ്കുലാർ ലെയറും കഴിഞ്ഞ് വരുന്നതിന് പറഞ്ഞ പേരെന്താ? അത് ചോദിക്കാം. അതേ ഹൈഡാഡിഫോം മോൾ യൂട്രസിന്റെ എൻഡോമെട്രിയം കഴിഞ്ഞ് മയോമെട്രിയം കഴിഞ്ഞ് മസിൽ ലെയർ എല്ലാം കഴിഞ്ഞ് എന്ത് വിളിക്കാം? എന്ത് വിളിക്കാം? കോറിയോ അഡിനോമ എന്ത് വിളിക്കാം? എന്ത് വിളിക്കാം? ആർക്ക് പറയാം? ഇത് ഇത് എയിംസ് ചോദ്യമാണ്. എയിംസ് ചോദ്യമാണ്. കോറിയോ അഡിനോമല്ലേ? കോറിയോ അഡിനോമല്ലേ? കോറിയോ അഡിനോമയല്ലേ? കോറിയോ അഡിനോമയല്ലേ? അല്ലേ? ഹൈഡ്രോഡിഫോം മോൾ യൂട്രസിന്റെ എൻഡോമെട്രിയം കിടന്ന് മയോമെട്രിയം വരെ മസിൽ ലെയർ വരെ എത്തുന്നതിനെ പറഞ്ഞത് കോറിയോ അഡിനോമല്ലേ? അല്ലേ? 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 ആണ്. കോറിയോ അഡിനോമ അത് താഴെ എന്താ? ഇത് ഡെസ്ട്രോൺസലാണോ? അത് കണ്ട ചോദ്യം അതായിരിക്കും. കണ്ട ചോദ്യം കോറിയോ അഡിനോമ ഇത് ഡെസ്ട്രോൺസലാണോ? കണ്ട ചോദ്യം അതായിരിക്കും. കോറിയോ അഡിനോമ ഇത് ഡെസ്ട്രോൺസലാണോ? ആണോ? കണ്ട ചോദ്യം കോറിയോ അഡിനോമ ഇത് ഡെസ്ട്രോൺസലാണോ? ആണോ? ആണോ? ആ, മറക്കരുത്. ചോദ്യം വരും, എഴുതണം കേട്ടോ. സോ നോക്കാം. നൗ നോക്കാമോ? നോക്കാമോ?
ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാ? ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാ? എന്തൊക്കെയാ? അബ്നോർമൽ വജൈൻ ബ്ലീഡിംഗ് ഉണ്ടോ? അബ്നോർമൽ ആയിട്ടുള്ള വജയുടെ ബ്ലീഡിംഗ് ഉണ്ടോ? ഉണ്ടോ? അവിടെ ചോദ്യമുണ്ട്. അബ്നോർമൽ വജൽ ബ്ലീഡിംഗ് ഉണ്ടെന്ന് പറയുമ്പോൾ, വജയുടെ ബ്ലീഡിംഗ് ഉണ്ടെന്ന് പറയുമ്പോൾ ആ ബ്ലീഡിംഗ് എങ്ങനെയാണ്? അബ്നോർമൽ വജയുടെ ബ്ലീഡിംഗ് ഉണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു ബ്ലീഡിംഗ് ടൈപ്പ് ചോദ്യം എന്താ? ദ വൈറ്റ് കറന്റ് ഇൻ റെഡ് ആണോ? ചോദ്യമുണ്ട്. വരുന്ന ബ്ലീഡിംഗ് എങ്ങനെയാ? വൈറ്റ് കറന്റ് ഇൻ ദ റെഡ് കറന്റ് ജ്യൂസ് അല്ലേ? ചോദ്യം ഇത്. വൈറ്റ് കറന്റ് ഇൻ ദ റെഡ് കറന്റ് ജ്യൂസ് ആണ് വരുന്ന ബ്ലീഡിങ്ങിന്റെ ടൈപ്പ്. അബ്നോർമൽ ദ ബ്ലീഡിംഗ് എന്ന് പറയുമ്പോൾ ദ ബ്ലീഡിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചത്. ലൈക്ക് എങ്ങനെയാ? വൈറ്റ് കറന്റ് ഇൻ റെഡ് കറന്റ് ജ്യൂസ്. മറക്കരുത്, റെഡ് കളറിൽ ആണെങ്കിലും അതിനകത്ത് റെഡ് കളർ ആണെങ്കിലും അകത്ത് ദ വൈറ്റ് കറന്റ് ആയിരിക്കും. എന്താ വൈറ്റ് കറന്റ്? എന്താ വൈറ്റ് കറന്റ്? എന്താ അവിടെയും ഇവിടെയും കുറെ സ്പോട്ട് കാണും അല്ലെ? അത് വൈറ്റ് കളർ എന്ന് പറയുമ്പോൾ ആ വരുന്ന ഇത് റെഡിനകത്ത് കുറെ അവിടെയും ഇവിടെയും ഇപ്പൊ വൈറ്റ് സ്പോട്ട് കാണും. ആലോചിച്ച് പറയുക അല്ലേ? ദ വൈറ്റ് കറന്റ് ഇൻ ദ റെഡ് കറന്റ് ജ്യൂസ് പറയുമ്പോൾ ആലോചിക്കുക. എക്സാം ചോദ്യമാണ്. വൈറ്റ് കറന്റ് ഇൻ ദ റെഡ് കറന്റ് ജ്യൂസ് പറയുമ്പോൾ വരുന്ന റെഡ് കളറിനകത്ത് അവിടെയും ഇവിടെയുമായിട്ട് വെള്ള കളറുള്ള വൈറ്റ് കളറുള്ള സ്പോട്ട് ഉണ്ടായിരിക്കോ? ഇൻ ദ ഹൈഡാറ്റിഫോം മോളിനകത്ത് വജിൻ ബ്ലീഡിങ് വരുമ്പോൾ, വജീന് വഴി ബ്ലീഡിങ് വരുമ്പോൾ റെഡ് കളറിനകത്ത് അവിടെയും ഇവിടെയുമായിട്ട് വൈറ്റ് കളറുള്ള സ്പോട്ട് ഉണ്ടായാൽ ഹൈഡാറ്റിഫോം മോളിലെ അല്ലേ? വജീൻ ബ്ലീഡിങ് സമയത്ത് ഈ പറഞ്ഞതാണ് റെഡ് കളറിനകത്ത് വൈറ്റ് കളറുള്ള സ്പോട്ട് അവിടെയും ഇവിടെ ഉണ്ടെങ്കിൽ അത് ഹൈഡാറ്റിഫോം മോൾ ആണ്. ക്ലിയർ? അറിയാം വൈറ്റ് കറന്റ് ഇൻ ദ റെഡ് പഠിക്കുമായിരുന്നു. വൈറ്റ് കറന്റ് ഇൻ റെഡ് കറന്റ് ജ്യൂസ്. പക്ഷെ എന്താണെന്ന് അറിയില്ല. വൈറ്റ് കറന്റ് ഇൻ റെഡ് കറന്റ് ജ്യൂസ് എന്താണ്? ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ, വജീന വഴി ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ ആ ഒരു ബ്ലീഡിങ്ങിന്റെ റെഡ് കളറിനകത്ത് എന്താണ് ഈ പറഞ്ഞ വൈറ്റുള്ള സ്പോട്ടുകൾ, അവിടെ വെള്ള കളറുള്ള സ്പോട്ടുകൾ അവിടെയും ഇവിടെയും ബ്ലീഡിങ്ങിനകത്ത് ഉണ്ടായാൽ അത് ഹൈഡാറ്റിഫോം മോളാണ്. ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ആവുന്നത്? സെക്കൻഡ് ട്രൈമസ്റ്റർ. ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ആവുന്നത്? സെക്കൻഡ് ട്രൈമസ്റ്റർ. ഇത് എപ്പോൾ സ്റ്റാർട്ട്? ചോദ്യം വരും. ഇത് എക്സാം ചോദ്യം. ഇത് എപ്പോഴാണ് സ്റ്റാർട്ട്? ചോദ്യം വരും. ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ആവുന്നത്? സെക്കൻഡ് ട്രൈമസ്റ്റർ. ചോദ്യം വരും. ഇത് എപ്പോഴാണ് ദ വൈറ്റ് കറന്റ് ഇൻ ദ റെഡ് കറന്റ് ജ്യൂസ് സ്റ്റാർട്ട് ആവുന്നത്? വൈറ്റ് കറന്റ് ഇൻ ദ റെഡ് കറന്റ് സ്റ്റാർട്ട് ആവുന്ന എപ്പോഴാ? സെക്കൻഡ് ട്രൈമസ്റ്റർ. മാർക്കരുത്. വീണ്ടും ചോദ്യം വരും. ദ വൈറ്റ് കറന്റ് ഇൻ ദ റെഡ് കറന്റ് ജ്യൂസ് സീൻ എവിടെയാണ്? വീണ്ടും ചോദ്യം വരും. ദ വൈറ്റ് കറന്റ് ഇൻ ദ റെഡ് കറന്റ് ജ്യൂസ് എവിടെയാണ്? ഹൈഡാറ്റിഫോം മോൾ. വീണ്ടും ചോദ്യം വരും. ദ വൈറ്റ് കറന്റ് ഇൻ റെഡ് കറന്റ് ജ്യൂസ് എവിടെയാണ്? ഹൈഡാറ്റിഫോം. പഠിക്കുക. ഉച്ചയ്ക്ക് വേണോ ക്ലാസ്? വേണോ? ഉച്ചയ്ക്ക് വേണോ? കണ്ടല്ലോ. രാത്രി പോലെ എനിക്കൊന്ന് ഉറങ്ങണം. രാത്രി പോലെ എനിക്ക് ഉറക്കമില്ല. അതുപോലെ പോരെ? ചോദ്യം കേട്ടോ. ദ വൈറ്റ് കറന്റ് ഇൻ ദ റെഡ് കറന്റ് ജ്യൂസ് എവിടെ? എക്സാം ചോദിക്കുള്ളൂ. ഇത് ചോദ്യം. വൈറ്റ് കറന്റ് ഇൻ ദ റെഡ് കറന്റ് ജ്യൂസ് എവിടെയാ? ഹൈഡാറ്റിഫോം മോൾ ആണോ? എന്താണ് മോളാർ പ്രഗ്നൻസി കണ്ടിട്ട് ഒന്നാണോ? മോളാർ പ്രഗ്നൻസിയും ഒന്നാണോ? മോളാർ പ്രഗ്നൻസിയും ഹൈഡാറ്റിഫോം മോൾ ഒന്നാണോ? മോളാർ പ്രഗ്നൻസിയും ഹൈഡാറ്റിഫോം മോൾ ഒന്നാണോ? കിട്ടെ ആദ്യം പറയാ. മോളാർ പ്രഗ്നൻസിയും സെയിം അല്ലേ? എക്സാമിന്റെ ഓപ്ഷനകത്ത് മോളാർ എന്ന് കണ്ടാലും ഒന്നാണ്, ഹൈഡാറ്റിഫോം മോൾ എന്ന് കണ്ടാലും മോൾ വന്നാലും ഒന്നാണ്. സോ നൗ സെക്കൻഡ് ട്രൈമസ്റ്റർ വരുന്നല്ലേ? സെക്കൻഡ് ട്രൈമസ്റ്ററിൽ വരുമെന്ന് പറഞ്ഞു അല്ലേ? ഈ പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് കറന്റ് റെഡ് കറന്റ് ജ്യൂസ് പറയുമ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്റർ വരുന്നു പറഞ്ഞു. അവിടെ ബ്ലീഡിംഗ് ഉണ്ടോ? ഇവിടെ ബ്ലീഡിംഗ് ഉണ്ടോ? ബ്ലീഡിംഗ് പറഞ്ഞാൽ ആദ്യം ലോവർ അബ്ഡോമൻ പെയിൻ വേണ്ടേ? ബ്ലീഡിംഗ് പറഞ്ഞാൽ ഫസ്റ്റ് ലോവർ അബ്ഡോമൻ പെയിൻ വരണ്ടേ? പെയിൻ ഉണ്ടോ?
ലോവർ അബ്ഡോമൽ പെയിൻ വരാം, അബ്നോർമലായിട്ടുള്ള വജിൻ ബ്ലീഡിങ് വരാം. ലോവർ അബ്ഡോമൽ പെയിനും അബ്നോർമലായിട്ട് വജിൻ ബ്ലീഡിങ് വരാം. പെയിൻ എങ്ങനെയാണ്? പെയിൻ എവിടെയാ? ലോവർ അബ്ഡോമൽ പെയിൻ എപ്പോഴും നല്ല പെയിൻ വരാം. മാത്രമല്ല ഫണ്ടൽ കൂട്ടും, ഫണ്ടൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഫണ്ടൽ റേറ്റിനെക്കാട്ടിലും ഒരു കുറവ്. നമ്മൾ നോർമലി പ്രഗ്നൻസി സമയത്ത് ഫണ്ടൽ റേറ്റ് എക്സ്പെക്ട് ചെയ്യില്ലേ, പക്ഷെ ഇത് മോളാർ പ്രഗ്നൻസി വന്നു കഴിഞ്ഞാൽ, ഹൈഡ്രാഡിഫോം മോൾ വന്നു കഴിഞ്ഞാൽ ഫണ്ടൽ ഹൈറ്റ് നമ്മൾ നോർമൽ പ്രതീക്ഷിക്കുന്നില്ലേ, നമ്മൾ നോർമൽ പ്രതീക്ഷിക്കുന്ന ഫണ്ടൽ ഈ പറഞ്ഞ മോൾ കൂടെ കുറയും. നോർമലി പ്രതീക്ഷിക്കുന്ന ഫണ്ടലിനെക്കാട്ടിലും മോളർ പ്രഗ്നൻസിക്ക് ഫണ്ടലിൽ കൂടെ കുറയും, ഫണ്ടൽ ഹൈറ്റ് കൂടെ കുറയും. നോർമലി എക്സ്പെക്ട് ചെയ്യുന്ന ഫണ്ടൽ ഹൈറ്റിനെക്കാട്ടിലും ഇവിടെ മോളാർ പ്രഗ്നൻസി ഫണ്ടൽ ഹൈറ്റ് കൂടുതലായിരിക്കും. അതൊരു ടൈപ്പ് ക്ലിനിക്കൽ പിക്ചർ അല്ലേ? അത് ഒരു ടൈപ്പ് ക്ലിനിക്കൽ പിക്ചർ അല്ലേ? അല്ലേ? ആണോ? ആണ് അല്ലേ? ആദ്യം ഈ പറഞ്ഞ വൈറ്റ് കറന്റ് ജ്യൂസ് പറഞ്ഞു, ലോവർ അബ്ഡോമൽ പെയിൻ പറഞ്ഞു, ഫണ്ടൽ ഹൈറ്റ് നോർമലി എക്സ്പെക്ട് കൂടുതൽ പറഞ്ഞു. ആൻഡ് ഹൈപ്പർ എമിസിസ് ഗ്രാവിഡ് ഉണ്ടാവും. ഹൈപ്പർ എമിസിസ് ഗ്രാവിഡ് എന്തുകൊണ്ടാ? HCG കൂടുന്നതാണല്ലേ? HCG കൂടുന്ന കാര്യം ഹൈപ്പർ എമിസിസ് ഗ്രാവിഡ് ഉണ്ടല്ലേ? HCG കൂടുന്ന കാരണം ഹൈപ്പർ എമിസിസ് ഗ്രാവിഡം ഉണ്ടാകും. ഈ യൂട്രസ് സൈസ് കൂടും. യൂട്രസിന് സൈസ് നോർമലി എക്സ്പെക്ടേക്കാൾ 50% യൂട്രസ് സൈസ് നോർമലി എക്സ്പെക്ടേക്കാളും 50% കൂടുതലായിരിക്കും. പിന്നെ പാൽപേറ്റ് ചെയ്യുമ്പോൾ ഫീൽ പാർട്ട് പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ? ഈ സമയത്തെ മോളാർ പ്രഗ്നൻസി വരുമ്പോൾ പാൽപേറ്റ് ചെയ്യുമ്പോഴേ ഫീറ്റൽ പാർട്ട് നമുക്ക് ഐഡന്റിഫൈ പറ്റും. ആബ്സെന്റ് അല്ലേ? മോളാർ പ്രഗ്നൻസി വരുമ്പോൾ ഫീറ്റസിന്റെ പാർട്ട് ആബ്സെന്റ് ആയിരിക്കും. ആൻഡ് ക്വിക്കനിങ് ഉണ്ടോ? ആബ്സെന്റ് അല്ലേ? മോളാർ വരുമ്പോൾ ഫീറ്റൽ പാർട്ട് ആബ്സെന്റ് ആണ്, അതുപോലെ തന്നെ ക്വിക്കനിങ് ആബ്സെന്റ് ആണ്. വേറെ ഒന്നും ആബ്സെന്റ് ആണ്. ഹാർട്ട് സൗണ്ട്, ഫീറ്റസിന്റെ ഹാർട്ട് സൗണ്ട് ആബ്സെന്റ് അല്ലേ? ഫീറ്റസിന്റെ മോളാർ പ്രഗ്നൻസിക്കകത്ത് 3 കാര്യം ആബ്സെന്റാ. ഹാർട്ട് സൗണ്ട്, ഫീറ്റസിന്റെ ഹാർട്ട് സൗണ്ട് ആബ്സെന്റ് ആണ്, അതുപോലെ തന്നെ ക്വിക്കനിങ് ആബ്സെന്റ് ആണ്, അതുപോലെ തന്നെ എന്താണ്? പാൽപേറ്റ് ചെയ്യാൻ പറ്റില്ല, പാൽപേറ്റ് ചെയ്യാൻ കിട്ടില്ല, കാരണം മോളാർ പ്രഗ്നൻസി ഇരിക്കുകയാണ്. കിട്ടിയോ? ഇനിയാണ് എക്സാം ചോദ്യം. വീണ്ടും ഞാൻ പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ തുടങ്ങിയപ്പോൾ പലതും ചോദിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെയും ഒരു ചോദ്യമുണ്ട്. നമ്മൾ ഇത് മോളാർ പ്രഗ്നൻസി വരുമ്പോൾ USG എടുക്കുമ്പോൾ അവിടെ എന്ത് കാണാൻ പറ്റും? USGക്ക് എന്ത് കാണാൻ പറ്റും? സ്നോ സ്റ്റോം അപ്പിയറൻസ്. കേട്ടല്ലോ? മഞ്ഞ് കൂടിക്കിടക്കുന്ന പോലെ അപ്പിയറൻസ് അല്ലേ? മോളാർ പ്രഗ്നൻസിക്കകത്ത് ഹൈഡ്രാഡിഫോം മോളിനകത്ത് USG എടുക്കുമ്പോൾ മഞ്ഞ് കൂടിക്കിടക്കുന്ന പോലെ ഒരു അപ്പിയറൻസ് വരും. എക്സാം ചോദ്യമാണ് സ്നോ സ്റ്റോം അപ്പിയറൻസ്. അറിയാൻ മുടങ്ങി കണ്ടുണ്ടോ? USG എടുക്കുമ്പോൾ, മോളാർ പ്രഗ്നൻസിയിൽ USG എടുക്കുമ്പോൾ എന്ത് അപ്പിയറൻസ്? സ്നോ സ്റ്റോം അപ്പിയറൻസ് ഉണ്ടായിരിക്കും. ഒരു മഞ്ഞ് കൂടിക്കിടക്കുന്ന പോലെ അപ്പിയറൻസ് ഉണ്ടായിരിക്കും. വീണ്ടും ഇപ്പോൾ ചോദ്യമുണ്ട്, HCG കൂടെ കുറയും. വീണ്ടും ചോദ്യമുണ്ട്, സീറം HCG കൂടില്ലേ? ഇവിടെ HCG ലെവൽ കൂടല്ലേ? ഇവിടെ HCG ലെവൽ കൂടും അല്ലേ? കൂടില്ലേ? സ്നോ സ്റ്റോം മാത്രമല്ല, കൂടില്ലേ? അതുപോലെ തന്നെ ചിലപ്പോ എന്താണ് വചന വഴി ഈ പറഞ്ഞ മോൾസ് പുറത്തുനിന്നൂടെ? അകത്തുള്ള മോൾസ് എല്ലാം വജൈന വഴി പുറത്തുനിന്നൂടെ? അകത്തുള്ള മോൾസ് എല്ലാം വജൈന വഴി എക്സ്പെൽ ചെയ്തൂടെ? ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം പഠിച്ചു ഇത് പ്രീ എക്ലാംസ് ഉണ്ടായപ്പോഴാണ്. 20 വീക്കിന് മുമ്പാണ് ശേഷമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു പ്രീ എക്ലാംസ് ഉണ്ടായപ്പോഴാണ് 20 വീക്കിന് മുമ്പാണ് ശേഷമാണ്.
20 D4 ആണ് അർത്ഥമാണ്. പഠിച്ചു. പ്രീ എക്ലാംപ്ഷ്യ എപ്പോഴാ? ആഫ്റ്റർ 2 weeks അല്ലേ? ചോദ്യം ചെയ്ത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ദ മോളാർ പ്രഗ്നൻസി വന്നാൽ, ഒരാൾക്ക് മോളാർ പ്രഗ്നൻസി വന്നാൽ 20 ആഴ്ചക്ക് മുമ്പ് തന്നെ ഈ പറഞ്ഞ, അതായത് പ്രീ എക്ലാംപ്ഷ്യയുടെയും സയൻസ് കാണിക്കും. മറക്കരുത്. ഇത് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷന്റെയും പ്രീ എക്ലാംപ്ഷ്യ സയൻസ് 20 ആഴ്ച മുമ്പ് കാണിക്കും കേട്ടോ. മോളാർ പ്രഗ്നൻസി ആണെങ്കിൽ മാത്രം, മോളാർ ആണെങ്കിൽ മാത്രം 20 ആഴ്ചക്ക് മുമ്പ് തന്നെ സയൻസ് കാണിക്കും. ഇത് എക്സാം ചോദ്യമാണ്. മോളാർ ആണെങ്കിൽ 20 ആഴ്ചക്ക് മുമ്പ് തന്നെ എക്ലാംപ്ഷ്യയുടെയും പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷന്റെയും എല്ലാം സയൻസ് 20 മുമ്പ് തന്നെ കാണിക്കും. മറക്കരുത്. മോളാർ ആണെങ്കിൽ മാത്രം 20 ആഴ്ച തൊട്ട് മുൻപേ തന്നെ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷന്റെയും പ്രീ എക്ലാംപ്ഷ്യയുടെയും സയൻസ് കാണിക്കും. നോർമലി 20 ശേഷം വരുന്ന കാര്യം മോളാർ ആണെങ്കിൽ 20 മുമ്പേ തന്നെ കാണിക്കും. ക്ലിയർ ആയോ? മറക്കരുത്, എല്ലാം പഠിക്കണം. ഞാൻ പണ്ട് കോളേജിൽ പഠിപ്പിച്ചതെങ്കിൽ നിങ്ങൾ അല്ലേ? പണ്ട് കോളേജ് നിങ്ങൾ പഠിച്ച സമയത്ത് എല്ലാ സബ്ജക്റ്റും ഞാൻ പഠിപ്പിച്ചിരുന്നെങ്കിൽ അന്നേ പാസ്സായി എവിടെയെങ്കിലും പോയല്ലേ? അന്നേ രക്ഷപ്പെട്ടു പോയല്ലേ? ശരിയല്ലേ? ഞാൻ നിങ്ങൾ അന്ന് കോളേജിൽ പഠിപ്പിച്ച എല്ലാ സബ്ജക്റ്റും ഒരുപോലെ പഠിപ്പിച്ചിരുന്നെങ്കിൽ എന്താ അന്നേ നിങ്ങൾ റാങ്കോടെ പാസ്സായി അന്നേ പോയ. കാരണം കോളേജിൽ പഠിപ്പിക്കുന്നു. കോളേജിനകത്ത് ഇതൊന്നുമില്ലല്ലോ. ഉണ്ടോ? കോളേജിൽ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ലല്ലോ. ഇല്ല, കോളേജിനകത്ത് പഠിച്ചത് കൊണ്ടല്ലോ. ഇല്ല, കോളേജിൽ പഠിച്ചപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. സത്യമല്ലേ? കോളേജിൽ പഠിച്ചപ്പോൾ ഒന്നുമില്ലല്ലോ. കോളേജിൽ പഠിച്ചപ്പോൾ ഇതൊന്നും പഠിക്കില്ലല്ലോ. അവർ വരും, എന്തെങ്കിലും ഒരു പറയി പോകും അല്ലേ? ഇതൊന്നും അവിടെ പഠിക്കില്ലായിരുന്നു. ഇതൊന്നും ഇല്ലായിരുന്നു അവിടെ. പക്ഷെ പഠിക്കണം. സോ ഇവിടെ ജസ്റ്റ് പറയി പോവല്ലേ. പക്ഷെ അവിടെ പാസ്സാകണമെന്ന് ഒരു ആവശ്യം അവർക്കില്ല. അവർക്ക് നിങ്ങൾ പാസ്സാകണമെന്നൊരു ആവശ്യം അവിടെ ഇല്ല. കാരണം അങ്ങനെയാണ്. പക്ഷെ എനിക്ക് ഇവിടെ നിങ്ങൾ പാസ്സാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുണ്ട്. അത് ഞാൻ എൻ്റെ സമയം, ലൈഫ്, എൻ്റെ ഹെൽത്ത് സ്പെൻഡ് ചെയ്തുകൊണ്ട് പഠിക്കട്ടോ. ഇത് ഞാൻ പറഞ്ഞ എല്ലാം ചോദ്യം കേട്ടോ. രാവിലെ പഠിപ്പിക്കും. കാരണമേ ഇതാണ്. കുറച്ചേ ഉള്ളൂ. ഇവിടെ ഇത് പ്രൈമറി ഡൈവേഴ്സ് എന്താ? നമുക്കിത് വന്നാലേ പ്രൈമറി ഡൈവേഴ്സ് എന്താ? HCG കൂടുന്നതല്ലേ? നമുക്ക് എപ്പോഴും കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളത് പ്രൈമറി ഇതിന്റെ ഡയഗ്നോസിസ് എന്താ? HCG കൂടുന്നതല്ലേ? നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് പ്രൈമറി ഡയഗ്നോസിസ് എന്താ? HCG കൂടും അല്ലെ? അതുപോലെ തന്നെ ഇത് വജൈന വഴി ഇത് മോൾ പുറത്തു വരില്ലേ? അതുപോലെ തന്നെ വജൈന വഴി ഈ പറഞ്ഞ ഇത് മോൾസ് പുറത്തു വരില്ലേ? അല്ലേ? സോ 20 വീക്ക് മുമ്പ് എപ്പോൾ കാണിക്കും? ഇന്ന് കാണിക്കും. സയൻസ് കാണിക്കാറില്ലേ? കാണിക്കില്ലേ? പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷന്റെയും പ്രീ എക്ലാംപ്ഷ്യ സൈന് 20 വീക്ക് മുമ്പേ തന്നെ കാണിക്കും. നൗ ദ കോംപ്ലിക്കേഷൻ ഉണ്ട്. മറക്കരുത്. ദ പ്രൈമറി ഇത് ഡയഗ്നോസ് എന്താ? അത് ചോദ്യമാണ്. മറക്കരുത്. ഇത് പ്രൈമറി ഡയഗ്നോസ് എന്താ? HCG കൂടും. മറക്കരുത്. HCG കൂടും. മറക്കരുത്. ഞാൻ ഹോർമോൺസിനകത്തുള്ള ക്ലാസ്സിൽ പറഞ്ഞല്ലോ. ഹോർമോൺസ് അറിയാം. ഹോർമോൺസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇത് നോർമൽ വാല്യൂസ് അറിയാം. അതുപോലെ പഠിച്ചത് ഇത് എൻഡോക്രൈൻ ആണോ? എൻഡോക്രൈൻ സിസ്റ്റം ആണോ? എൻഡോക്രൈനകത്താണ് ഹോർമോൺസ് പഠിപ്പിച്ചത്. അവിടെ കേട്ടോ, അവിടെ കൊണ്ട് പഠിക്കട്ടോ. സോ അത് കോംപ്ലിക്കേഷൻ സെപ്സിസ് വരാം. സെപ്സിസ് വരാം. അതുപോലെ തന്നെ ഹെമറേജ് ഷോക്ക് നല്ല ബ്ലീഡിങ് കാരണം കോംപ്ലിക്കേഷൻ ആണ് ഹെമറേജിക് ഷോക്ക് വരല്ലേ? ആദ്യം സെപ്സിസ് വരാം. അതുപോലെ തന്നെ ഹെമറേജിക് ഷോക്ക് വന്നൂടെ വരാം. അതുപോലെ തന്നെ പെർഫറേഷൻ ഓഫ് യൂട്രസ് വന്നൂടെ. അത് പ്രീ എക്ലാംപ്ഷ്യ വന്നൂടെ. അത് പൾമറി എഡിമയും പൾമറി എംബോൾസും അത് കൊയാഗുലേഷൻ വന്നൂടെ. കാരണം എന്താ? ഈ സെൽസ് എല്ലാം ഇതിന്റെ ഡിസ്ട്രോയ് ആയിക്കൊണ്ട് പൾമറി എംബോൾസ് ഉണ്ടാവും. കൊയാഗുലേഷൻ ഇതെല്ലാം ഡിസ്ട്രോയ് ആയി കഴിഞ്ഞ് ബ്ലഡിലോട്ട് കയറി കഴിഞ്ഞാൽ കൊയാഗുലേഷൻ വന്നൂടെ.
സെൽസ് എല്ലാം ഇത് മോണാർ പ്രഗ്നൻസിയിൽ ഇത് ഡെസ്ട്രോ ആയി ഇപ്പൊ സർക്കുലേഷനകത്ത് കയറി കഴിഞ്ഞ് കോയാഗുലേഷനൂടെ സെൽസ് എല്ലാം മോണാർ പ്രഗ്നൻസിയിൽ അത് ഡെസ്ട്രോ ആയി ഈ സർക്കുലേഷനകത്ത് കയറി കഴിഞ്ഞ് കോയാഗുലേഷൻ ഒന്നുകൂടെ പറഞ്ഞേ വന്നൂടെ. ഈ പറഞ്ഞ മോളാർ പ്രഗ്നൻസിക്കകത്തുള്ള എല്ലാ സെൽസും ഇത് ഡെത്തായി ഇത് ബ്ലഡിനകത്ത് കയറി സർക്കുലേഷനകത്ത് വന്ന് കോയാഗുലേഷൻ വന്നൂടെ, ഷോക്ക് വന്നൂടെ, പതിയെ ഷോക്ക് വന്നൂടെ വരാം, മറക്കരുത്. Now എന്താ ട്രീറ്റ്മെന്റ് മരുന്ന് മാനേജ്മെന്റ് സക്ഷൻ ആൻഡ് ഇവാക്വേഷൻ അല്ലേ. ഇത് വാക്യൂം വെച്ചുകൊണ്ട് സക്ഷൻ ആസ്പിറേഷൻ അല്ലേ, വാക്യൂം ആസ്പിറേഷൻ അല്ലേ. വാക്യൂം ആസ്പിറേഷൻ വഴി മോഡ്സ് എല്ലാം വലിച്ചെടുക്കാം. മാനേജ്മെന്റ് ആയിട്ട് വാക്യൂം ആസ്പിറേഷൻ വഴി ഈ പറഞ്ഞ എല്ലാ മോഡ്സിനെയും വലിച്ചെടുക്കാം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ചെയ്യുമ്പോഴേ വാക്യൂം ആസ്പിറേഷൻ വഴി ഇത് മോഡ്സിനെ വലിച്ചെടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, അടുത്ത 1 വർഷം വരെ പ്രഗ്നന്റ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വാക്യൂം സക്ഷൻ വഴി എല്ലാ മോഡ്സും വലിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1 വർഷം വരെ പ്രഗ്നന്റ് ആകാതിരിക്കാൻ നോക്കണം. ക്ലിയർ? വാക്യൂം സക്ഷൻ വഴി മോഡ്സ് എല്ലാം വലിച്ചെടുക്കുമ്പോൾ അടുത്ത 1 വർഷം വരെ, നെക്സ്റ്റ് 1 ഇയർ വരെ പ്രഗ്നന്റ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും മെയിൻ ഇമ്പോർട്ടന്റ് കാര്യമാണ്. ക്ലിയർ? സോ ആ ചാപ്റ്റർ കഴിഞ്ഞു. ഈ ചാപ്റ്റർ ക്ലിയർ ആയി, ഈ ഒരു ചാപ്റ്റർ ക്ലിയർ ആയി. എന്താ പഠിച്ചത്? എന്താ പഠിച്ചത്? കറക്റ്റ് ടൈം ചെയ്യാം. എന്താ പഠിച്ചത്? ആദ്യം പഠിച്ചത് എക്ടോപ്രിൻസ് പഠിച്ചു. 2 കാര്യം പഠിച്ചു, എക്ടോപിക്കും ആൻഡ് ഹൈഡാഡിഫോം മോഡ് ക്ലിയർ ആയി. എക്ടോപിക്കും ആൻഡ് ഹൈഡാഡിഫോം മോഡ് ക്ലിയർ ആയി. സോ ദ നെക്സ്റ്റ് ഈസ് മൾട്ടിപ്പിൾ പ്രഗ്നൻസി. നമുക്ക് രാത്രി നോക്കാം. മൾട്ടിപ്പിൾ പ്രഗ്നൻസി 8 മണി മതിയോ? 8 മണി മതിയോ? മൾട്ടിപ്പിൾ പ്രഗ്നൻസി 8 മതിയോ? ഓക്കെ ആണോ? 8 ഓക്കെ ആണോ? സമയം 8 ഓക്കെ ആണോ? 8 ഇന്ന് 8, നാളെ എത്ര മണി പറഞ്ഞ? 1 മണിയാണോ? ഇന്ന് 8, നാളെ എപ്പോഴാ പറഞ്ഞ? നാളെ എപ്പോഴാ? രാത്രി 1 ആണോ? 1 ആണോ 2 ആണോ പറഞ്ഞ സമയം? രാത്രി 1. ഇന്ന് 8, നാളെ 1 മണി. നോക്കട്ടെ ആരൊക്കെ വരും നോക്കട്ടെ. ഓക്കെ, സോ ബൈ ബൈ. നൈറ്റ് 8 മണി ആണോ? ബൈ ബൈ. നൈറ്റ് 8 ആണ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ഫീസ് അടയ്ക്കാറുണ്ട്. ഫീസ് കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട്.